കാസർഗോഡ് അതിനുള്ള നല്ല ഗ്രൗണ്ട് ഉണ്ടോ? കാസർഗോഡ് ഗ്രൗണ്ട് ഉണ്ട്, ഒന്ന് സിന്തറ്റിക് ഗ്രൗണ്ട് ഉണ്ട് നടക്കാവില്. അഗെയിൻ അതില് ലിമിറ്റേഷൻസ് ഉണ്ട്. അവിടെ ഇപ്പം കുറെ ടൂർണമെന്റ്സ് നടന്നു. അഗെയിൻ അവിടെ പ്രശ്നവും എനിക്ക് കണ്ട പ്രശ്നമില്ലെങ്കിൽ അവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ല, അങ്ങനെ കുറെ പ്ലേയേഴ്സിനുള്ള റെസ്റ്റ് റൂം ഇല്ല. ഫുട്ബോൾ ഏറ്റവും ഫേവറേറ്റ് പൊസിഷൻ എന്ന് വെച്ചാൽ ടൈപ്പ് മിഡാണ്. നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് പൊസിഷൻ? എൻ്റെ ഫേവറേറ്റ് സ്ട്രൈക്കർ. സ്ട്രൈക്കർ റൊണാൾഡോ ഉള്ളത് കൊണ്ടാണ്. റൊണാൾഡോ അല്ല, റൊണാൾഡോ ഈസ് കംപ്ലീറ്റ് മാൻ എന്ന് ഞാൻ പറയും. ഇന്ന് ഇത്ര പോഡ്കാസ്റ്റ് എപ്പിസോഡിൽ വെച്ചിട്ട് ഏറ്റവും ഫേവറേറ്റ് ടോപ്പിക്കാണ് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത് ഫുട്ബോൾ. കാരണം യൂത്തിൽ ഏറ്റവും അധികം റിലേറ്റബിൾ ആകുന്നതും അത്ര മോസ്റ്റ് ഓഫ് ദി യങ്സ്റ്റേഴ്സിൻ്റെ ഫേവറേറ്റ് ടോപ്പിക്കാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നത് നമ്മളെ കൂടെ ഉള്ളത് യൂത്ത് ആയിട്ട് നമ്മൾ യൂത്ത് കോച്ച് തന്നെ പറയാം, മിസ്റ്റർ സേ. വെൽക്കം ടു വൺ ഓഫ് ഷോ. താങ്ക് യു. സോ ഫുട്ബോൾ ഇന്നിടെ കാസർഗോഡ് ഫുട്ബോൾ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഫുട്ബോൾ കോച്ച് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഞങ്ങൾ യൂത്തും വലിയ ആൾക്കാർക്കും എല്ലാവർക്കും ഓർമ്മ വരുന്ന ഒരു പേരാണ് സെയ്ർ. പക്ഷേ ഈടെ വേറെ ആരും ഇല്ല എന്ന് തോന്നുന്നു. അപ്പോൾ സെയ്റിനെ വിചാരിച്ചില്ല ഞാനില്ലെങ്കിൽ വേറെ ആരും ചെയ്യും. എൻ്റെ ഒരു അറിവിൽ ഈ ഏരിയയിൽ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. പൊതുവെ തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട് ഭാഗത്ത് ആ ഏരിയയിലാണ് കൂടുതലും ഫുട്ബോളിന് കൂടുതലും ആൾക്കാർ, ഫുട്ബോൾ റിലേറ്റഡ് ആൾക്കാർ, ഇന്ത്യൻ പ്ലേയേഴ്സ് എല്ലാം ആ ഏരിയ നിന്നായിരുന്നു. പക്ഷേ നമ്മൾ വെൻ വി സ്റ്റാർട്ടഡ് ഫ്രം ഹിയർ കാസർഗോഡ് 2018 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അക്കാഡമി ആസ് എൻ അക്കാഡമി, SA ഫുട്ബോൾ അക്കാഡമി എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്ത്. അപ്പം ആ സമയത്ത് നമ്മൾ ചിന്തിക്കുന്നുണ്ടായത് ഓൾമോസ്റ്റ് ഒരു 7 or 10 ഇയേഴ്സിൻ്റെ ഉള്ളിൽ ഈ ഏരിയ എന്നൊരു ഇന്ത്യൻ പ്ലെയറിനെ ഉണ്ടാക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷേ ഓക്കെ, നിങ്ങളൊരു എയിം ഈ ഏരിയ എന്നൊരു ഇന്ത്യൻ പ്ലെയറിനെ ഉണ്ടാക്കണം. പക്ഷേ അതിലേക്ക് ഒരുപാട് എത്തുന്നത് ക്രൈറ്റീരിയ ഉണ്ട്. ഇങ്ങനെ ഇന്ന സെലക്ഷന് ഇന്ന് ഇത്. പക്ഷേ അതിന് നമ്മൾക്ക് ഒരു പ്ലെയേഴ്സിനെ മോൾഡാക്കാൻ, ഒരു പ്ലെയേഴ്സിനെ നമ്മൾ ഡെവലപ്പ് ആക്കുന്നതിൽ കുറേ സ്റ്റേജസ് ഉണ്ട്, കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതല്ലാണ്ട് കുറേ നമുക്ക് കൊടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടാകും. അപ്പോൾ അതിലെല്ലാം നമ്മൾക്ക് കിട്ടുന്നത് ഈ സിറ്റിയിൽ ഇന്നത്തെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അത് സപ്പോർട്ടും അല്ലെങ്കിൽ അതിന് വേണ്ട ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വാൻസ്ഡ് ട്രെയിനിങ് അങ്ങനത്തെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇപ്പം നിലവിൽ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന ഗ്രൗണ്ട്. ഇപ്പം നിലവിൽ നമുക്കുള്ളത് ഒരു മഡ് ഗ്രൗണ്ടാണ്. അത് കാസർഗോഡ് ജില്ലയിൽ ഇപ്പം ഈ ഏരിയയിൽ മുനിസിപ്പൽ സ്റ്റേഡിയമാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഗ്രൗണ്ട്. അപ്പോൾ ആ ഗ്രൗണ്ടിൽ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അതിലിപ്പോൾ ഈവനിങ് കുറേ ആൾക്കാർ നടക്കാൻ വരുന്നുണ്ട്. നമുക്ക് കംപ്ലീറ്റ് ക്ലോസ് ഡോഴ്സ് ആയിട്ട് ട്രെയിനിങ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു ബുദ്ധിമുട്ട് ഇപ്പം നിലവിൽ ഓൾമോസ്റ്റ് 6-7 ഇയേഴ്സ് ആയിട്ട് ട്രെയിൻ ആക്കാൻ പറ്റുന്നില്ല. ആൾക്കാരുള്ളത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ പിള്ളേർക്ക് എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ഓർ കോൺസെൻട്രേഷൻ വേറെ രീതിയിൽ പോകും. ഫുൾ ടൈം ആയിട്ട് പിള്ളേർക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് നമ്മളെ കാസർഗോഡ് മുനിസിപ്പാലിറ്റി നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് ലാസ്റ്റ് 6-7 ഇയേഴ്സ് ആയിട്ട് കാസർഗോഡ് മുനിസിപ്പാലിറ്റി നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുനിസിപ്പാലിറ്റി മാത്രമേ ചെയ്യുന്നുണ്ട്. ഇപ്പം നിലവിൽ നമ്മൾ മുനിസിപ്പൽ ഗ്രൗണ്ടാണ് ഇപ്പം ഏറ്റെടുത്തിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ആ ഏരിയയിലാണ് നമുക്ക് 11 സൈഡ് ഗ്രൗണ്ട്. ഏത് ഫുട്ബോൾ പ്ലെയറിനും ഗ്രോത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ 11 സൈഡ് ഗ്രൗണ്ട് നിർബന്ധമാണ്. അറ്റ് ദ എൻഡ് ഓഫ് അവൻ്റെ ഒരു യൂത്ത് എല്ലാം കഴിയുന്ന സമയത്ത് അവൻ കളിക്കുന്ന കളി 11 സൈഡ് ഫോർമാറ്റാണ്. 5 സൈഡോ 7 സൈഡോ 6 സൈഡോ അല്ല. ഈ 11 സൈഡ് ഫോർമാറ്റ് കളിക്കുമ്പം അതിൻ്റെതായിട്ടുള്ള എൻഡ്യൂറൻസ് കപ്പാസിറ്റി, അങ്ങനെ കുറേ സംഭവങ്ങൾ ആവശ്യമുണ്ട്. ഫിസിക്കലി മെൻ്റലി ആയിട്ട് വെൽ പ്രിപ്പയർ ആണ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതുണ്ടാണെന്നുണ്ടെങ്കിൽ നല്ല ഫെസിലിറ്റി വേണം, നല്ല ഗ്രൗണ്ട് ആണ്. ഇപ്പം നമുക്ക് ഗ്രൗണ്ട് ഉണ്ട്, അപ്പോൾ കുറച്ചും കൂടി മെച്ചപ്പെടുത്തണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് കാസർഗോഡ് മുനിസിപ്പൽ ഗ്രൗണ്ട്. ഓക്കെ, അത് പറഞ്ഞ് ഇത് കാസർഗോഡ് മുനിസിപ്പൽ ഗ്രൗണ്ട് മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ഉള്ളത്. കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട്, പിള്ളേർക്ക് ഇഞ്ചുറി പ്രിവെന്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഗ്രൗണ്ട് ഉള്ളത് കാസർഗോഡ് മുനിസിപ്പാലിറ്റി ഗ്രൗണ്ട് മാത്രമേ ഉള്ളൂ ഇപ്പം നിലവിൽ. അപ്പം നമ്മൾ ചോദിക്കുന്നത് വെച്ചാൽ നിങ്ങൾ പറഞ്ഞു ഈ ക്യാമ്പ് തുറക്കുമ്പോൾ 10 വർഷത്തിൽ ഒരു ഇന്ത്യൻ പ്ലെയർ ഉണ്ടാവണം. പക്ഷേ നിങ്ങളൊരു ഏജിൽ, നിങ്ങളൊരു യങ്സ്റ്റർ ഏജിൽ, അല്ലെങ്കിൽ നിങ്ങൾ യങ് ഏജിൽ ഇപ്പം ആ സമയത്ത് ഭയങ്കര ആൾക്കാരുണ്ടായിട്ടുണ്ട്, നല്ല ലെവല്, നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്, കളിക്കാറുണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അവരെല്ലാം എത്താത്തത് അല്ലെങ്കിൽ എത്രയോ പൊട്ടൻഷ്യൽ ഇവിടെ വേസ്റ്റ് ആയതിൻ്റെ റീസൺ എന്തെന്ന് വെച്ചാൽ, പൊതുവേ ഞാനിപ്പോൾ നോർമലി ഇങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 10 ഇയേഴ്സിനെ കമ്പയർ ചെയ്യും. ഇപ്പം ലാസ്റ്റ് 10 ഇയേഴ്സിൽ നമുക്ക് നമ്മളെ സീനിയോറിറ്റി ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് എന്ത് ചെയ്തെന്ന് അത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എനിക്ക് തോന്നുന്നത് ഈ ഏരിയയിൽ ലാസ്റ്റ് 10 ഇയേഴ്സ് ആയിട്ട് ഒരു 11 സൈഡ് പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം
ഓനക്ക് ഒരു ഫെസിലിറ്റി നല്ല രീതിയിൽ കൊടുത്തിട്ടാ. ഒന്ന് ഗ്രോത്ത്, ഓന്റെ ഗ്രോത്ത് എന്തായാലും നോക്കിയിട്ട് ഈ കരിയറിന്റെ ഒരു കറക്റ്റ് പിക്ചർ കൊടുത്തിട്ടാ പറയാ. യെസ്, കരിയറിന്റെ ഒരു കറക്റ്റ് പിക്ചർ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറെ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. ഒന്നാമത് ഈ ഏരിയയിലത്തെ കൾച്ചറും നമ്മളിപ്പം കാസർഗോഡ് കാഞ്ഞങ്ങാട് വിട്ടിട്ട് കഴിഞ്ഞിട്ടുള്ള കൾച്ചറും കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആണ്. ഫുട്ബോൾ ഈ ഏരിയയിൽ എന്ന് പറയുന്ന എല്ലാ സ്പോർട്ടും ഉണ്ട്, പക്ഷെ അതൊരു പ്രൊഫഷണൽ രീതിയിൽ കൊണ്ടുപോകാനുള്ള ആൾക്കാരില്ല. എന്തുകൊണ്ടില്ലാത്തതെന്ന് വെച്ചാൽ ആ സമയത്ത് കോച്ചസ് ഉണ്ടായിട്ട് കാസർഗോഡ്. ഇപ്പം എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അറിവിൽ മോർ ദാൻ 10 കോച്ചസ് ഈ ഏരിയയിൽ നിന്നുണ്ട്. ഇപ്പം ഓൾറെഡി ഡി ലൈസൻസ് കംപ്ലീറ്റ് ചെയ്ത ലൈസൻസ് AFFന്റെ ലൈസൻസ് കംപ്ലീറ്റ് ചെയ്ത കോച്ചസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ അക്കാഡമീസ് വരുന്നുണ്ട്, ഇവിടെ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട് മെല്ലെ മെല്ലെ. പക്ഷേ അഗൈൻ ഇൻഫ്രാസ്ട്രക്ചറിന്റെ രീതിയിൽ നോക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഏത് പ്ലെയറിനും ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഫസ്റ്റ് പ്രയോറിറ്റി. നമ്മളെല്ലാം ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ വേൾഡ് ഗെയിം കളിക്കാൻ. പക്ഷെ ആ സമയത്ത് നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ ക്രിക്കറ്റിൽ ഞാൻ പറഞ്ഞു, ക്രിക്കറ്റിൽ ഞങ്ങൾക്ക് ചെറുത് നമുക്ക് പിന്നെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ അവിടുന്ന് അസറെല്ലാം വന്ന് നമ്മൾ അവിടുന്ന്, അപ്പോൾ അവിടുന്ന് പിന്നെ ഇങ്ങനെ പോകണം, നെക്സ്റ്റ് സ്റ്റെപ്പ് ഇത്. ഫുട്ബോളിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതുവരെ ആരും കേട്ടില്ല. ഇവിടെ ഒരു ടൂർണമെന്റ്, കളക്ഷൻ ടൂർണമെന്റ്, അത് തന്നെ ഒരു പീക്കിലുണ്ടായി. സോ ഇപ്പൊ നിങ്ങളെല്ലാം വന്നിട്ട് അമ്മാണ് അറിഞ്ഞത് ഇതിന്റെ ട്രെയിനിങ്. ഇന്ന് പറയാം, ഇന്ന് ഇവിടെ കളിക്കുന്ന 70% ആൾക്കാർക്ക് വാമപ്പ് കറക്റ്റ് ഐഡിയ ഉണ്ടാവില്ല. ഉറപ്പുണ്ട് കറക്റ്റ് വാമപ്പ് എന്തെല്ലാം കുറച്ച് ഇപ്പാണ് വാമപ്പ് അല്ല കളിക്കും വാമപ്പിന്റെ ഇത്ര വാമപ്പ് ഇത്ര നിർബന്ധം എന്നല്ല അറിയുന്നത്. സോ ആ ഒരു ഇത് കാരണമായിരിക്കും ഞാൻ വിചാരിക്കും. വാമപ്പിൽ കുറെ പൊട്ടൻഷ്യൽ ഉണ്ട്, നമുക്ക് കണ്ണിന്റെ എതിർ കണ്ട കുറെ പൊട്ടൻഷ്യൽ വേസ്റ്റ് ആയതുണ്ട്. സോ ഇനിയുള്ള ഒരു ജനറേഷനിലേക്ക് നമുക്ക് ഓക്കെ ഇപ്പൊ കറക്റ്റ് ഗൈഡൻസ് കിട്ടുന്നുണ്ട്. എന്നാലും കുറെ എന്നിട്ട് അവെയർ അല്ല ഈ സംഭവത്തിൽ. ഇപ്പൊ കറക്റ്റ് നമുക്ക് നോക്കുന്നെങ്കിൽ നമുക്കൊരു എന്തില്ല, നമുക്ക് ക്രിക്കറ്റും ഫുട്ബോളിന്റെ ഡിഫറൻസ് നോക്കിയാൽ മതി. ഇവിടെ എത്ര സ്റ്റുഡൻസ് ഉണ്ട്. ഇന്ന് വരുന്ന വയ്ക്കും ഞാൻ ഗ്രൂപ്പിൽ കണ്ടെത്തി. ഇപ്പൊ ഇവിടെ ടൂർണമെന്റ് 30 ബോൾ 80 അടിച്ച് നമ്മൾ കടത്തിന് ഇതാക്കുന്നത്. നമുക്ക് ആ ഗ്രൂപ്പിൽ ഒരിക്കലും 3 ഗോൾ 2 അസിസ്റ്റ് വന്നിട്ടില്ല ടൂർണമെന്റ് പോയി. കാരണം ആ ചെറിഷ് ആക്കുന്നത് ഓക്കെ ക്യാമ്പ് ക്രിക്കറ്റ് ഫുട്ബോളിലെ ക്യാമ്പ് കാണുമ്പോൾ അവർക്ക് സ്പെൻഡ് ആക്കുന്ന പൈസ, ഇവിടെ കിട്ടുന്ന പൈസ, ഇതെല്ലാം നമുക്ക് കാണുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് തന്നെ കാണുമ്പോൾ നമുക്കൊരു വിഷമമാകും. നിങ്ങൾ ഇതിൽ ഇറങ്ങുന്ന ആളാണ്, നിങ്ങൾക്ക് എത്രത്തോളം അതൊരു വിഷമമായിട്ട് വരുന്നു? വിഷമം ഉണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. 2000 എനിക്ക് തോന്നുന്നു 2016 ഞാൻ ഡി ലൈസൻസ് കംപ്ലീറ്റ് ചെയ്ത് 18 ഇങ്ങോട്ട് ഇവിടെ വന്ന് 17 സ്റ്റാർട്ട് ചെയ്തതിന്. പക്ഷേ 18 കംപ്ലീറ്റ് അക്കാഡമി രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ആ സമയത്ത് നമുക്ക് പറയാനുള്ള 1-2 പ്ലെയേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നു ഈ ഏരിയയിൽ. നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് എടുക്കണം. ഓൾമോസ്റ്റ് 5-6 ഇയേഴ്സ് കഴിഞ്ഞിട്ടാവാന്ന് നമുക്ക് കുറച്ചും കൂടി റിസൾട്ട് വരാൻ തുടങ്ങിയത്. കഴിഞ്ഞ സീസണിൽ തന്നെ ഡിസ്ട്രിക്ട് പ്ലെയർ ഒരു 5 ഡിസ്ട്രിക്ട് പ്ലെയേഴ്സ് ഉണ്ടാക്കി. പിന്നെ ഐ ലീഗ് under-13, under-15, under-18 ഐ ലീഗ് പ്ലെയേഴ്സ് ഉണ്ടാക്കി. അപ്പം ഇതെല്ലാം ഇപ്പം കഴിഞ്ഞ ലാസ്റ്റ് 6 ഇയേഴ്സിൽ നമുക്ക് റിസൾട്ടാണ്, കഴിഞ്ഞ ലാസ്റ്റ് 6 ഇയേഴ്സ് ആയിട്ട്. അപ്പോൾ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്ലെയേഴ്സിൻ്റെ അഗെയിൻ കൾച്ചർ, നമ്മുടെ നാട്ടിലത്തെ കൾച്ചർ ഇതെല്ലാം ഒന്നിച്ചിട്ട് കൂടുമ്പോൾ നല്ല രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്ലെയർ വരുന്നുണ്ടെങ്കിൽ ഒരു അക്കാഡമിയും പിന്നെ ആ പ്ലെയറിനും നല്ല റിസൾട്ട് ഉണ്ടാകും. ഇത് അക്കാഡമിന് മാത്രം റിസൾട്ട് ഉണ്ടായിട്ട് കാര്യമില്ല, പ്ലെയറിനും കൂടി റിസൾട്ട് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആ പ്ലെയർ അക്കാഡമിയിലേക്ക് വരണം. എന്തുകൊണ്ട് അക്കാഡമീസിലേക്ക് വരുന്നത്? ഫുട്ബോളിൻ്റെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ വാമപ്പ്, ആ വാമപ്പിൻ്റെ സ്റ്റൈൽ അറിയില്ല. ഇപ്പം നോർമലി കുറേ 5 സൈഡ് 7 സൈഡ് കളിക്കുന്ന പ്ലേയേഴ്സ് ഇപ്പം പ്രോപ്പറായിട്ടുള്ള വാമപ്പ് അറിയില്ല, കളി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, റിക്കവറി എങ്ങനെ പ്ലെയർ ചെയ്യണമെന്ന് അറിയില്ല. അപ്പം ഇത് നമ്മളിപ്പോൾ കോച്ചിങ് ലൈസൻസ് പഠിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് പഠിപ്പിച്ചു തരുന്ന വാമപ്പ്, പിന്നെ ബാക്കി സംഭവം ടെക്നിക്കൽ ടാക്ടിക്കൽ സൈഡ് ഫുട്ബോളിൻ്റെ, പിന്നെ കൂൾ ഡൗൺ ഫ്രം ടോപ്പ് ടു ബോട്ടം, അത് നമുക്ക് ബേസിക് ആണ്. പിന്നെ അപ്ഗ്രേഡ് ആയിക്കൊണ്ട് പോകുന്നത് C ലൈസൻസ്, B ലൈസൻസ്, A ലൈസൻസ്, പ്രോ ലൈസൻസ്. അപ്പോൾ ഇങ്ങനെ മുകളിലോട്ട് പോകുന്ന ആൾക്ക് നമുക്ക് കുറേ ഇൻഫർമേഷൻ കിട്ടും. അത് നമ്മൾ ഷെയർ ചെയ്യാൻ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് അക്കാഡമീസാണ്. ഈ അക്കാഡമീസിൽ വന്നെങ്കിൽ ആർക്ക് ഷെയർ ചെയ്യണം? പിള്ളേർക്ക്. ഇപ്പം നല്ല കളിക്കുന്ന, എൻ്റെ ഒരു അറിവിൽ നല്ല കളിക്കുന്ന പ്ലേയേഴ്സെല്ലാം കൂടുതലും അക്കാഡമീസിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നില്ല. എന്തുകൊണ്ട് താല്പര്യപ്പെടുന്നില്ല? അവർക്ക് ലോക്കൽ ടൂർണമെന്റ്സിൽ അവരുടെ ഫുട്ബോൾ ഒതുങ്ങി. എന്തുകൊണ്ട് കഴിഞ്ഞ 10 കൊല്ലം നല്ല പ്ലെയർ ഉണ്ടാകാത്തതിൻ്റെ ഏറ്റവും വലിയ റീസൺ ഇതാണ്. അവർക്ക് ഒരു ഏരിയയിൽ വന്നിട്ട് ഫുട്ബോളിൻ്റെ ടെക്നിക്കലും ടാക്ടിക്കൽ സൈഡ് അറിഞ്ഞില്ലെങ്കിൽ അവർക്ക് ഒരു 17 കഴിയുമ്പോൾ അവർക്ക് എന്തായാലും സ്ട്രഗിൾ ചെയ്യും. അതാണ് കഴിഞ്ഞ ലാസ്റ്റ് 10 ഇയേഴ്സ് സ്ട്രഗിൾ ചെയ്ത് നമ്മൾ ഈ ഏരിയയിലത്തെ ഏകദേശം കുറേ പ്ലേയേഴ്സ് സ്ട്രഗിൾ ചെയ്യുന്നുള്ളത് ഫുട്ബോളിൻ്റെ പ്രോപ്പർ നോളജ് ഇല്ലാത്തത് കൊണ്ടാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇപ്പം നോർമലി ഒരു ആവറേജ് ഒരു സ്റ്റുഡൻറ്റിനെ എടുത്തെങ്കിൽ നമ്മളിപ്പം ആ സ്റ്റുഡൻറ്റിന് ഒരു എന്താ പറയുന്നത്
നമ്മൾ വാമപ്പ് കാര്യം ഓന് വന്നിട്ട് സ്ഥിരമായി ഓനായിരിക്കും ഏറ്റവും കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്നുള്ള എവറി ഡേ വീക്ക്ലി 3 days ഉണ്ടെങ്കിൽ ആ വീക്ക്ലി 3 days വരും. നോർമൽ മറ്റു ചില ഇപ്പം നല്ല പ്ലെയറിന് നോക്കിയെങ്കിൽ നമുക്ക് വീക്കെൻഡിൽ ആ പ്ലെയറിന് കിട്ടാം, ടൂർണമെന്റ് കളിക്കാൻ പോകും. അപ്പം മെയിൻ തിങ്സ് പോലും ചിലപ്പം നല്ല പ്ലെയറിന് ഒഴിവായിട്ട് കിട്ടും. പക്ഷേ ഈ ആവറേജ് പ്ലെയേഴ്സ് വരുമ്പോൾ എന്താവും അറിയാം, ഫ്രൈഡേ സാറ്റർഡേ സൺഡേ നമ്മളിപ്പോൾ ചെയ്യുന്ന സംഭവം അവർക്ക് മനസ്സിൽ കറക്റ്റ് കറക്റ്റ് കിട്ടും. ടാക്ടിക്കലായിട്ടും ടെക്നിക്കൽ നമുക്ക് ഫുട്ബോളിൽ ഒരു 15 കഴിഞ്ഞാൽ മോർ ടാക്ടിക്കൽ, വേൾഡ് ഫുട്ബോൾ മോർ ടാക്ടിക്കൽ. ആ നോളജ് ഇല്ലാത്തത് കൊണ്ടാണ് കുറേ പ്ലേയേഴ്സ് രക്ഷപ്പെടാത്തത്. ആ നോളജും കൂടി നല്ല പ്ലെയറിന് കിട്ടിയെങ്കിലില്ലേ അവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാം. എപ്പം ഞാനിപ്പം പറയുന്ന ഒരു ISL ക്ലബിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഒരു ഐ ലീഗ് ടീമിലേക്ക് പോകുന്നത്. ഐ ലീഗ് ടീമിൽ പോയിട്ടാകുമ്പോൾ അവിടെ ഫോറിൻ കോച്ചസ് ഉണ്ടാവും. ഫോറിൻ കോച്ചസ് പറയുന്ന ടാക്ടിക്കൽ നോളജ് ചിലപ്പോൾ ഈ ലോക്കൽ കളിക്കുന്ന പ്ലെയറിന് ചിലപ്പോൾ അറിയില്ല. അപ്പോൾ എന്തുകൊണ്ടറിയില്ല, ഓനതിനെ കുറിച്ചിട്ടുള്ള നോളജ് അക്വയർ ചെയ്തിട്ടാ ഒന്ന് അക്കാഡമീസ് ഉണ്ട്, പിന്നെ സ്ഥിരം ഇന്ത്യൻ ടീം കളിച്ച ഓരോ നിയർ ബൈ ഉള്ള ആൾക്കാരുണ്ടാവും കേട്ടോ. ഇന്ത്യൻ ടീം കളിച്ച പ്ലേയേഴ്സ് ഓറായിട്ട് ഡിസ്കഷൻ ഉണ്ടാവില്ല, ഓറായിട്ട് സജഷൻ ചോദിക്കല, എങ്ങനെ എനിക്ക് ഡെവലപ്പ് ചെയ്യാമെന്ന് ചോദിക്കല. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇത് ചോദിച്ചെങ്കിൽ ഈ കാര്യങ്ങളിലും ഈ ഇന്ത്യൻ പ്ലേയേഴ്സിനോടും കോച്ചസിനോടും ചോദിച്ചെങ്കിൽ അവർക്ക് കുറച്ചും കൂടി നോളജ് കിട്ടും. ഫുട്ബോൾ നോളജ് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കളിയും കുറച്ചും കൂടി മെച്ചപ്പെടുത്താം. അങ്ങനത്തെ ഒരു ഇത് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനിയുടെ ഒരു ജനറേഷനിലേക്ക് നമ്മൾ പറഞ്ഞു ഇങ്ങനെല്ലാം നമുക്ക് ചെയ്തത് ഇങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റും. ഇത് കറക്റ്റ് ഫോളോ ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ്സസ് എങ്ങനെയാണ്, വീക്ക്ലി എത്ര ക്ലാസ് അല്ലെങ്കിൽ 2 തരമുണ്ട്. ഒന്ന് റെസിഡൻഷ്യൽ പ്രോഗ്രാം ഉണ്ട്, ഒന്ന് നോർമൽ റെഗുലർ ബാച്ച്. റെഗുലർ മീൻസ് വീക്ക്ലി 3 days അല്ലെങ്കിൽ വീക്ക്ലി 4 days. ഈ വീക്ക്ലി 4 days നമുക്ക് നോർമൽ റെസിഡൻഷ്യൽ അക്കാഡമി ഉള്ളത് പോലെ നമുക്ക് വീക്ക്ലി 4 days ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു 1 year നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഒരു 100 classes പ്ലസ് ഒരു 20 matches, മാക്സിമം 20 matchesന്റെ രീതിയിൽ. അപ്പം റെസിഡൻഷ്യലിൽ പോകുമ്പം അതിൻ്റെതായിട്ടുള്ള ഫീസും കാര്യമുണ്ട്, നോർമൽ റെഗുലർ ബാച്ചിൽ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഫീസ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് റെഗുലർ ബാച്ചിൽ ഒരു 1 yearലേക്ക് ഒരു 12,000 കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നേരെ മറിച്ച് റെസിഡൻഷ്യലിൽ പോകുമ്പോൾ അത് 2.5 lakhs എല്ലാം വരും റെസിഡൻഷ്യലിൽ. അപ്പം ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ റെഗുലർ ബാച്ചിൽ നമുക്ക് കുറച്ച് ടൈമേ കിട്ടുള്ളൂ. ഒരു 100 ദിവസം എന്ന് വെച്ചാൽ ഒരു 180 hours ഒരു 180 hours കിട്ടുള്ളൂ. 1.5 മണിക്കൂർ, ഒരു 200 hours ഒരു സീസണിൽ. പക്ഷേ റെസിഡൻഷ്യലിൽ പോയെങ്കിൽ നമുക്ക് മോർ ദാൻ 1000 hours കിട്ടും ഒരു പ്ലെയറിന്. അപ്പം അത്ര എനിക്ക് ഒരു ഇയറിൽ എനിക്ക് അത്ര ഡെവലപ്പ് ചെയ്യാൻ പറ്റും. 2 കമ്പാരിസൺ. പക്ഷെ ആ റെസിഡൻഷ്യലിൽ പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഓൻ്റെ ഫുഡ്, ന്യൂട്രീഷൻ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പം റെഗുലർ ബാച്ചിൽ നമ്മൾ ന്യൂട്രീഷനും കാര്യമെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, നമ്മൾ എന്ത് കാര്യം ചെയ്യുന്ന ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ ആ അത്ര പറഞ്ഞു കൊടുത്ത സാധനം പോലും നമ്മളെ പിള്ളേർ ഫോളോ ചെയ്യുന്നില്ല. അതെന്തുകൊണ്ട് ഫോളോ ചെയ്യുന്നില്ല വെച്ചാൽ നമ്മളെ കൾച്ചറാണ് ഏറ്റവും വലിയ പ്രശ്നം. ഫുട്ബോൾ കൾച്ചർ യൂറോപ്യൻ കൺട്രീസ് നോക്കുന്നുണ്ടെങ്കിൽ അവരുടെ കൾച്ചർ വേറെ, നമ്മളെ കൾച്ചർ വേറെ, കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഞാനിത് ചിലപ്പോൾ എൻ്റെ ചോദ്യത്തിൽ പ്രശസ്തി ഉണ്ടാകലായിരിക്കും. പക്ഷെ ഇപ്പോൾ പറഞ്ഞു കൾച്ചർ പിള്ളേർക്ക് അത് കളിക്കുന്നില്ല. പക്ഷെ എൻ്റെ നാട്ടിൽ നിന്ന് കാണുന്ന ഒരു കഥ ഞങ്ങൾ കാണുന്നുണ്ട്, അസർ എത്തിയിട്ട്. അതുകൊണ്ട് പിള്ളേർ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ കാണുന്ന വെച്ചാൽ നെറ്റ്സിൽ ഇപ്പോൾ ഓരെ പഠിപ്പിക്കാണ്ട് കോച്ച് എത്തുന്ന മുമ്പ് ഓൾറെഡി ചെയ്യുന്നുണ്ട്. അപ്പോൾ കാരണം എന്തായാലും അവർക്ക് കാണിക്കാൻ ഒരാളുണ്ട്. ഫുട്ബോൾ ഇങ്ങനെ ഒരാൾ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് തോന്നി കുറേ ഇങ്ങനെ ഒരാൾ ഇല്ലാത്ത കൊണ്ട്. കാരണം അസറിന് ഈ RCBക്ക് എത്തിയതിന് ശേഷമാണ് ഞങ്ങൾ ഭയങ്കര പുള്ളറിഞ്ഞത് ക്യാമ്പിന്. ഒരിക്കാറും ഭയങ്കര സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്, ഈ അല്ലെങ്കിൽ കിറ്റിനുള്ള നല്ല കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഞാൻ പറയുന്നുണ്ട് ഓക്കെ ഫുട്ബോൾ അങ്ങനെ കാണുന്ന ശേഷം നമ്മൾ കണ്ടതാണ്, നമുക്ക് ആ മാറ്റം ഇങ്ങനെ കണ്ടാണ്. അതുകൊണ്ട് എനിക്ക് നോക്കി ഫുട്ബോളിലേക്ക് അങ്ങനെ ഒരാൾ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോ. അല്ല, ഫുട്ബോളില് മാറ്റം എന്ന് പറയുന്നത് ഇപ്പം കംപ്ലീറ്റ് ചേഞ്ചസ് ആണ്. അങ്ങനെ ഫുള്ള് കയ്യിൽ കിട്ടണമെങ്കിൽ ഫുള്ളൊക്കെ വന്ന് ചേഞ്ച് നോക്കി ഇങ്ങനെ അങ്ങനെ കളിക്കാൻ പറ്റും. ഓക്കെ, നമുക്കിപ്പം നിലവിൽ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മളെ ഉദുമയിലുള്ള വിഷ്ണു, Under-23 ഇന്ത്യൻ ടീം. ഓൻ ഈസ്റ്റ് ബംഗാളിൽ പോയി Under-23 ഇന്ത്യൻ ടീം നമുക്ക് നിയർ ബൈ ആണ്. മിഡ്ഫീൽഡർ വിഷ്ണു, ഓനാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ നമുക്ക് ഈ ഏരിയയിൽ. ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ 10 years ബാക്ക് നോക്കുമ്പോൾ വിഷ്ണു ആയിട്ടുള്ള സ്കൂൾ ലെവലിൽ കളിക്കുന്നുണ്ടാവും. സ്കൂൾ ലെവലിൽ കളിക്കുമ്പോൾ കാണുന്നുണ്ട് നെക്സ്റ്റ് 10 years ഓൻ എന്തായി തീരുന്നെന്ന് ഓനാണ് ചിന്തിക്കുന്നുള്ളത്. അതുപോലെയാണ് ഇപ്പോൾ ഉള്ളു. ഇപ്പം ഞാൻ എടുക്കാം നെക്സ്റ്റ് 10 years ഞാൻ എന്തായി തീരും, അതെനിക്ക് ടാർഗറ്റ്സ് ഉണ്ടാണ്. എനിക്ക് തോന്നുന്നു വിഷ്ണു കുറച്ചും കൂടി നല്ല രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട്
ഇഞ്ചുറി ഉണ്ടായിന്, അതെല്ലാം എനിക്ക് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇഞ്ചുറീസ് ഉണ്ടായിന്, ഇഞ്ചുറീനെ റിക്കവർ ചെയ്തു, തിരിച്ച് ഫീൽഡിലേക്ക് വന്നു, കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തു, സന്തോഷ് ട്രോഫി കളിച്ചു. അങ്ങനെ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരു പ്ലെയറിന് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഉള്ള സാഹചര്യം ഉണ്ട് ഇപ്പം നിലവിൽ. പക്ഷെ അത് ഫോളോ ചെയ്യുന്നില്ല കുറേ പ്ലേയേഴ്സ്. അത് ഫോളോ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് എനിക്കിപ്പോൾ നിലവിൽ എനിക്ക് വിഷ്ണുവിനെ കാണുന്നുള്ളത്. അണ്ടർ-23 ഇന്ത്യൻ ടീം നമ്മളെല്ലാം ആഗ്രഹിച്ചതാണ്. ഒരു പ്ലെയർ, ഇന്ന പ്ലെയറിനെ ഇപ്പോൾ 10 കൊല്ലം മുമ്പ് ഞാനിപ്പോൾ ആ പ്ലെയറിനെ കാണുന്നുണ്ട്. സ്കൂൾസിൻ്റെ കളിയിലും കുറേ കോച്ചസിൻ്റെ ബിഹൈൻഡ് ഉണ്ട്. ഒരു കോച്ചൊന്നുമല്ല, ഒരു 4-5 കോച്ച് 6 കോച്ചസ് പ്ലസ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ലാസ്റ്റ് ഏജന്റ് വിഷ്ണുക്ക് ഒരു ഏജന്റായി ഷക്കീൽ ഭായ് എന്ന് തോന്നുന്നു, മുഗ്രാലുള്ള ഷക്കീൽ ഭായ്. അവരും കൂടി സപ്പോർട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫുട്ബോൾ ഈ ഏരിയയിൽ വളരാൻ സ്റ്റാർട്ട് ചെയ്ത്. ഇപ്പോൾ ലോക്കൽ ടൂർണമെന്റ്സ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ നമ്മളൊരു വീഡിയോയിൽ ഭയങ്കര വൈറലായിട്ടുണ്ട്, കാസർഗോഡ് ഒരു ഗാലറിയിൽ ഭയങ്കര ഇതാക്കി. ഈ ലോക്കൽ ടൂർണമെന്റ്സിലെല്ലാം നമ്മൾ ഓക്കെ സീറോയി മെയിൻ ആണ് ടീം വർക്കുന്നതിൽ. പുറമെ നമ്മൾ ടീമിനെ പ്ലേയേഴ്സിനെല്ലാം കൊണ്ടുവരുന്നുണ്ട്. സോ ആ ഒരു ഇത് നമുക്കൊക്കെ ആ ഒരു ടൂർണമെന്റിൽ നമുക്ക് കളിക്കുന്നതിൽ സെവൻസ് കളിക്കുന്നില്ല, ലെവൻസിന് ഒരു ഇമ്പ്രൂവ്മെന്റ് കിട്ടുന്ന അല്ലെങ്കിൽ ഗ്രൗണ്ട് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു കളി കളിക്കുന്നതിൽ പ്രൊഫഷണൽ രീതിയിൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? പ്രൊഫഷണൽ രീതിയിൽ ഇപ്പോൾ സെവൻസ് കേരളത്തിൽ എനിക്കൊന്ന് സെവൻസ് കളിച്ച പ്ലെയറും 5s കളിച്ച പ്ലെയറും 6s കളിച്ച പ്ലെയറും പ്രോ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ 5സും 6ഉം 7സും അതാവാൻ പാടില്ല ഫുട്ബോൾ. ഈ 5സും 6ഉം 7സും അവർക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ളതായില്ല. 11 സൈഡിലേക്ക് ഒരു വേ, അവൻ്റെ ഒരു കളി കണ്ടിട്ട് ഇന്നിപ്പോൾ 7s കളിക്കുന്ന ഒരു പ്ലെയർ ഈസ് ഗുഡ്, ആ പ്ലെയറിനെ അടുത്തൊരാൾ പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 11 സൈഡിലേക്ക് ഫോർമാറ്റിലേക്ക് കളിക്കാൻ പറ്റുമെന്ന് ഇപ്പോൾ കുറേ ആൾക്കാർ കളി നോക്കുന്നുണ്ടാവില്ല. ഇപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ കളി നോക്കാൻ വന്നത് ഇന്ന പ്ലെയർ ഉണ്ട് കോച്ച്, ഇന്ന പ്ലെയർ ഉണ്ട്, അവന് 11 സൈഡ് ഫോർമാറ്റ് കളിക്കാൻ ഭയങ്കര ഉഷാറായിരിക്കും, ഒന്നും എനിക്ക് ട്രയൽ കൊടുത്ത് നോക്ക്, അങ്ങനെ പറയുന്ന കുറേ, അങ്ങനെ കാണുന്ന കുറേ ആൾക്കാരുണ്ട്, പറയുന്ന കുറേ ആൾക്കാരുണ്ട്. കാണുന്നതും പറയുന്നതും ഒന്ന് കളി കാണുന്നത്, പിന്നെ കണ്ടിട്ട് ഇപ്പോൾ ഒരാളോട് പറയും. ഇപ്പം ഞാൻ എന്നോട് സജസ്റ്റ് ചെയ്യും, എന്താ പറഞ്ഞെങ്കിൽ ഇന്നൊരു പ്ലെയർ ഉണ്ട്, അവനക്കൊരു ട്രയൽ, ഒരു ക്ലബിൻ്റെ ട്രയൽ അവനക്ക് കൊടുക്കണം, അവനൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല രീതിയിൽ. അപ്പോൾ അങ്ങനെയും പ്ലെയേഴ്സിനെ നമുക്ക് 7 സൈഡിൽ ഒരിക്കലും 5സും 6ഉം 7സിനെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. എന്തെങ്കിലും നമ്മളിവിടെ കോമ്പറ്റീഷൻ ഇല്ല. 11 സൈഡ് മെയിൻ 11 സൈഡ് ഫോർമാറ്റ് ഗെയിം എന്ന് പറയുമ്പോൾ ഒന്ന് ഡിസ്ട്രിക്ട് ലീഗ്, മുമ്പുണ്ടായ അക്കാഡമി ലീഗ് ഈ ഭാഗത്തുണ്ടായിട്ടാണ്. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അക്കാഡമി ടൂർണമെന്റ്സ് വന്നു. ഇപ്പൊ ചെറിയ പിള്ളേർക്ക് അണ്ടർ-13 അണ്ടർ-10 5 സൈഡ് ഫോർമാറ്റ് വന്ന്, അണ്ടർ-13 7 സൈഡ് ഫോർമാറ്റ് വന്ന്. അപ്പോൾ ഓർക്ക് കളിക്കുന്നത് ഏറ്റവും കൂടുതൽ എത്ര മാച്ചസ് ഒരു പ്ലെയറിന് കിട്ടി അത്ര എനിക്ക് ഇമ്പ്രൂവ്മെന്റ്സ് ആണ്. അപ്പോൾ ഈ ലോക്കൽ ടൂർണമെന്റിൽ നമുക്ക് കുറേ പ്ലെയേഴ്സിനെ പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ആ പ്ലെയേഴ്സ് അവിടെ ഒതുങ്ങുന്നുണ്ട്. എന്തുകൊണ്ട്? അതന്നെ സ്ഥിരം. പക്ഷെ അതിനെ എങ്ങനെ കൊണ്ടുപോകണം? ഇപ്പൊ നമുക്ക് ഞാൻ പേഴ്സണലായിട്ട് ഫേസ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ആ പ്ലെയർ അവിടെ ഒതുങ്ങുന്നുണ്ട്. ഇപ്പം നിലവിൽ ഞാൻ ഫേസ് ചെയ്യുന്നുള്ള പ്രോബ്ലം അല്ലെങ്കിൽ നമ്മളിപ്പം 13 മുതൽ ഒരു 4 ഇയേഴ്സ് നമ്മൾ അക്കാഡമിയിലുണ്ട്, 17 വരെ. ഈ 17 കഴിഞ്ഞിട്ട് മോന് മെല്ലെ സൈഡിലോട്ട് പോയി ലോക്കൽ ടൂർണമെന്റ്സിലേക്ക്. പിന്നെ എന്ത് പറയുന്ന അപ് ടു 17 നമുക്ക് പാരൻസിന് കൺട്രോൾ ചെയ്യാൻ പറ്റും. എബോവ് 17 പാരൻസിന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ചിലപ്പോൾ ലേറ്റ് നൈറ്റ് 11 മണി 12 മണി ഓക്കെ ലേറ്റ് നൈറ്റ് ടൂർണമെന്റ്സ്. ഒരു പ്ലെയറിന് എൻ്റെ ഒരു 2 ഗെയിംസ് പെർ ഡേ, മാക്സിമം 2 ഗെയിംസ്, ഏറ്റവും ബെസ്റ്റ് ഒരു ഈവനിങ് ഒരു മാച്ച് ഉണ്ടെങ്കിൽ നോ പ്രോബ്ലം ഒരു പ്ലെയറിന്. ടൂർണമെന്റ് ഒരു ഗ്ലാമറസ് സൈഡ് എല്ലാവർക്കാണ്, കളി, ആൾക്കാർ, ബഹളം. പക്ഷേ പ്ലേയേഴ്സിന്റെ ഒരു അവസ്ഥയിലെ പറഞ്ഞു, പ്ലെയർ നിങ്ങൾ ഇറക്കുന്നുണ്ടോ ഉപയോഗിക്കുന്നത് ഇഞ്ചർ എല്ലാം ആയാലും ഇപ്പോ പല ഇഞ്ചർ ആവാം, ചിലപ്പോ ACL ടയർ ആവാം, മസിൽ ടയർ എന്താ ഇത് ഇറക്കുമ്പോ നമ്മക്കല്ലേ ഈ ടീം ഇറക്കുന്ന ആളല്ലേ ഫുൾ സ്പോർട്ട് ചെലവേറ്റ് എടുക്കുന്ന എക്സ്പെൻസ് അല്ല. അത് ഇപ്പൊ നോർമലി ഇന്ത്യൻ പ്ലസ് യൂറോപ്യൻ, ഇന്ത്യനിൽ ഇപ്പൊ കുറെ പ്ലേയേഴ്സ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്. എന്തായെങ്കിലും അവർക്ക് സർജറി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ ലോക്കൽ ടൂർണമെന്റ്സ് കളിക്കുന്ന പ്ലെയർ ഇപ്പൊ നമ്മൾ നോർമലി ഒരാൾ വിളിച്ചിട്ട് കൊണ്ടായി കളിപ്പിച്ച് അവനക്ക് ഒരു 1500 അല്ലെങ്കിൽ 2000 രൂപ കൊടുത്തു. പക്ഷെ ആ സമയത്ത് അവൻ്റെ ആംഗിൾ ഇഞ്ചുറി, അവൻ്റെ മുട്ട ഇഞ്ചുറി ചില ഏരിയയിലത്തെ ആൾക്കാർ നോക്കും. ഈ കുറച്ച് നാട്ടുകാരെല്ലാം കൂടിയിട്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതല്ലാണ്ട് ബാക്കിയുള്ളവനിപ്പം ഈ മുട്ട ഇഞ്ചുറി ആവാൻ സൈഡിലുണ്ട്, വീട്ടിൽ തന്നെ. ഓനിക്ക് പിന്നെ അവന് റിക്കവർ ചെയ്തിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു ഓൾമോസ്റ്റ് 6 മന്ത് എടുക്കും. 6 മന്ത് കറക്റ്റ് റിഹാബ് എല്ലാം ചെയ്തിട്ട് ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ഇൻഡിവിജ്വൽ ആയിട്ട്. ശരിക്കും പറഞ്ഞെങ്കിൽ എബോവ് 13 ഒരു പ്ലെയറിന് നമ്മളിപ്പം നോർമലി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണ്ടെന്ന് പറയുന്നു കുറേ ആൾക്കാർ.
പക്ഷെ ആസ് എ പ്ലെയർ ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധം. നിർബന്ധം. എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് ഒരു 10 lakhs ആവറേജ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തെങ്കിൽ ഈ സേഫ്. അവനക്ക് ഫുട്ബോൾ കളിക്കാം, എന്തെങ്കിലും ആയെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. പക്ഷേ ലോക്കൽ ടൂർണമെന്റ്സിൽ കിട്ടാറാണ്. ലോക്കൽ ടൂർണമെന്റ്സിൽ എടുത്തിട്ട് ഇപ്പം പ്രോ പ്ലേയേഴ്സ് കുറേ പ്ലെയർ വന്നിട്ട് പ്രോ മീൻസ് അറ്റ്ലീസ്റ്റ് KPL I League എല്ലാം കളിക്കുന്ന പ്ലേയേഴ്സ് ഇല്ലേ വന്നിട്ട് കളിക്കലുണ്ട്. അവർക്ക് ഫ്രീ ടൈം ഉണ്ടാകുമ്പോൾ ആ സമയത്ത് ആ പ്ലേയേഴ്സിനെല്ലാം ഓൾറെഡി ഇൻഷുറൻസ് ഉള്ളത് കൊണ്ടാണ് അവർ അത്ര സേഫ്റ്റിയിൽ കളിക്കുന്നുള്ളത്. പക്ഷേ നേരെ മറിച്ച് നമ്മൾ ഈ നാട്ടിലത്തെ നാടൻ പ്ലേയേഴ്സ് നമ്മൾ പറയില്ല നാട്ടിലത്തെ പ്ലേയേഴ്സ് അവർക്കെല്ലാം ബുദ്ധിമുട്ട് തന്നെ. എന്ത് നോക്കാം കളിക്കുമ്പോൾ കാണുന്നു ഒരു ടാക്കിൾസ് ഉണ്ടാവും, പിന്നെ ഒരു ആഫ്രിക്കൻ പ്ലെയർ സ്റ്റോപ്പർ ആയിട്ടുണ്ടെങ്കിൽ മതിയത്. അപ്പോൾ ഓക്കെ, പിന്നെ ആ ഒരു ഇത് പറയുമ്പോൾ ഈ ലോക്കൽ ടൂർണമെന്റ്സ് ഇപ്പോൾ വിചാരിക്കുന്നുണ്ട്, ഇപ്പോൾ ഈ ലോക്കൽ ടൂർണമെന്റ്സ് വെക്കുന്ന ഒരു ക്ലബ്ബ് റിലേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു നാട്ടാർ വെക്കുന്നതായിരിക്കും. ഇവരെല്ലാവരും വെക്കുന്ന രീതിയിൽ വെച്ചിട്ട് ഇവരെല്ലാവരും ഓക്കെ ടൂർണമെന്റിൽ തന്നെ ഒന്നാണ്ട് ഫുട്ബോളിനെ കൂടി ഒക്കെ ഇനി നമ്മളെ അക്കാഡമി ബിൽഡാണ്, ഇവരെല്ലാം ഒന്നിച്ചു കൂടി ഇങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ വരുവാൻ നമുക്ക് ഭയങ്കര മാറ്റം വരുത്താൻ പറ്റിയത്. മാറ്റം ഒന്ന് ഫൈനാൻഷ്യൽ. ഈ നമ്മളിപ്പോൾ ലോക്കൽ ഏകദേശം ഫുട്ബോൾ കളിക്കുന്ന പ്ലേയേഴ്സിന്റെ പുരയിൽ എപ്പം ബുദ്ധിമുട്ടാണ്. സ്പോർട്സ് ഞാൻ പറയുന്ന ഫുട്ബോളല്ല, ഏത് സ്പോർട്ട് നോക്കിയെങ്കിലും ബുദ്ധിമുട്ട് തന്നെ. അപ്പോൾ ഫൈനാൻഷ്യലി ആയിട്ട് ഇപ്പോൾ സപ്പോസ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്നെ അവർക്ക് സ്പോൺസർ വേണം, ഇല്ല അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനാണ്. അപ്പം ഞാനിപ്പം നിലവിലിപ്പം ആൾക്കാരോട് പറയുന്നത്, നിങ്ങളെ നാട്ടിൽ നല്ല കളിക്കാറുണ്ടെങ്കിൽ, നമ്മളെ നാട്ടിൽ നല്ല കളിക്കാറുണ്ട്, ഒരുത്തൻ മതി നല്ല കളിക്കുന്നത്, ഓനക്ക് സപ്പോർട്ട് ചെയ്യാം, ഓനക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാം ആ പ്ലെയറിന്. ഒരാളെ മാത്രം ഫോക്കസ് ആക്കാം. ഒരിക്കലും ഒരു നാട്ടിൽ നിന്ന് ഒരാൾ ഇപ്പോൾ ആ നാട്ടിൽ തന്നെ വേറൊരു ആൾക്കാർ കളിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഒരാളെ മാത്രം ഫോക്കസ് ആക്കുമ്പോൾ ചിലപ്പോൾ ഈഗോ ഇഷ്യൂസ് എന്തെങ്കിലും ഇഷ്യൂസിലേക്ക് അത് ക്ലാഷ് ആകല്ലേ. ഈഗോ ഇഷ്യൂ എങ്ങനെ വരുന്നുണ്ടെങ്കിൽ, ഒന്ന് ഇപ്പം നമുക്കൊരു നാട്ടിൽ ഒരു നല്ല പ്ലെയർ ഉണ്ടാവും, ഒരു ആവറേജ് പ്ലെയർ, ഒരു ബിലോ ആവറേജ് പ്ലെയർ ഉണ്ടാവും. നമ്മൾ എന്തായാലും നല്ലതിനെ പ്രൊമോട്ട് ചെയ്യാൻ നോക്കുള്ളൂ. എന്താ ഓനക്ക് ഭാവി എന്നുള്ള രീതിയിൽ നോക്കും. ആവറേജ് പ്ലെയറും മുകളിലോട്ട് വരാൻ ചാൻസസ് കൂടുതലാണ്. ബിലോ ആവറേജ് ഓൾമോസ്റ്റ് ഒരു 5 years അല്ലെങ്കിൽ എന്തെങ്കിലും എന്തായാലും എടുക്കും. ആവറേജ് പ്ലെയേഴ്സ് ഒരു 3 കൊല്ലം എടുക്കും. പക്ഷേ ഓൾറെഡി ടാലൻറ്റ് പ്ലെയറിന് സപ്പോസ് ഒരു 1 year മതി അവനക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുള്ള. അപ്പം അങ്ങനത്തെ പ്ലെയേഴ്സിനെ നമ്മൾ എപ്പോഴും നാട്ടിൽ പ്രൊമോട്ട് ചെയ്യണം. എനിക്കിപ്പം പേഴ്സണലി ഈ ഏരിയയിൽ നല്ല കളിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ട് കുറേ. ഏത് ഏരിയ നോക്കിയെങ്കിലും ഓരോ നാട്ടിൽ ഓരോ നല്ല പ്ലെയർ കളിക്കാറുണ്ട്. ആ നല്ല കളിക്കാർ ഒരു സ്ഥലത്ത് വന്നെങ്കിൽ എന്തായി, നല്ല ടീമായി. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്കിപ്പോൾ അണ്ടർ 15 ബാച്ചിൽ ഇപ്പം ഓരോ ഏരിയ, ചെർക്കള, അങ്ങനെ കുറേ ഏരിയാസ് ഉണ്ടല്ലോ, കാസർഗോഡ്, തളങ്കര, ആ ഏരിയയിൽ നിന്ന് ഓരോ നല്ല നല്ല കളിക്കാരെ നമ്മളെ അക്കാഡമിയിൽ വന്ന് ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് എല്ലാം ഈക്വൽ ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് ആയിരിക്കും. എന്നിട്ട് അവർക്ക് കോമ്പറ്റീഷൻ കൊടുക്കണം. കോമ്പറ്റീഷൻ ആണ് വെരി ഇമ്പോർട്ടൻറ്റ് ഫുട്ബോൾ. ഈ ഞാൻ പറഞ്ഞില്ല അവൻ്റെ സൈഡ് അവർക്ക് ടൂർണമെന്റ്സ് കൊടുക്കും. അവർക്കൊരു ഇയർലി ഒരു 20-25 മാച്ചസ് കോമ്പറ്റീറ്റീവ് മാച്ചസ് കൊടുക്കും. നമ്മൾ ലോക്കൽ ടൂർണമെന്റ് അല്ല, കോമ്പറ്റീറ്റീവ് മാച്ചസ് തന്നെ. പുറത്ത് പോയിട്ട് നമ്മൾ ടൂർണമെന്റ്സ് കളിക്കണം, ഫ്രണ്ട്ലീസ് കളിക്കണം. അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പ് പോകുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പ്ലെയറിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ അങ്ങനെ പറഞ്ഞതിന് റീസൺ എന്ന് വെച്ചെങ്കിൽ ചിലപ്പോൾ നമ്മൾ ജഡ്ജ്മെന്റ് ഇപ്പോൾ അതിന്റെ മെയിൻ എക്സാമ്പിൾ ആണ് ചെൽസിയിൽ മൊറീനോക്ക് വന്നൊരു തെറ്റാണ്. ഡിബ്രൂയിന് സലാല ക്യാമെന്ന് ഒരു ഫ്രീക്ക് ഇറക്കിയതാണ്. ഫ്രീക്ക് അല്ലെങ്കിൽ അവർ റിജക്ട് ആക്കിയതാണ് മൊറീനോ. പക്ഷെ അന്നവർക്ക് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇന്ന് ഇവിടെ നമുക്ക് ഒരു പ്ലെയർ റിജക്ട് ആക്കി നമുക്ക് ഓപ്ഷൻ ഇല്ല പോകാൻ. കാരണം ജഡ്ജ്മെന്റ് ചിലപ്പോൾ തെറ്റാകാം ഒരാളെ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ. പക്ഷെ ഇന്നിപ്പോ അറിയപ്പെടുന്ന ക്രിയേറ്റീവ് മിഡ്ഫീൽഡിൽ ഇന്നത്തെ ഈ ഏറ്റവും ബെസ്റ്റ് ആണ് ഡിബ്രൂയിൻ. അപ്പൊ അന്ന് നല്ലൊരു കോച്ച് തന്നെയാണ് മൊറീനോ. മൊറീനോക്ക് തെറ്റ് വരും, നമുക്ക് ഈ തെറ്റ് പറ്റിയേക്കാം. മൊറീനോക്ക് എൻ്റെ കയ്യിൽ തെറ്റല്ല. മൊറീനോ ഇപ്പം ഓരോ കോച്ചസിനും ഓരോ ഫിലോസഫി ഉണ്ട്. ഇപ്പം എൻ്റെ ഫിലോസഫിയിൽ എനിക്ക് എൻ്റെ ഫോർമേഷൻ വേറെ ആയിരിക്കും, മൊറീനോൻ്റെ ഫോർമേഷൻ വേറെ ആയിരിക്കും. അതേപോലെ വേറെ കോച്ചസ് ഇപ്പം സിദാൻ്റെ നോക്കുന്നുണ്ട്, സിദാൻ്റെ ഫോർമേഷൻ വേറെ ആയിരിക്കും. അപ്പം എൻ്റെ സ്റ്റൈലിൽ കളിക്കുന്ന പ്ലെയർ ആണെന്ന് നോക്കും ഫസ്റ്റ്. മൊറീനോ എനിക്ക് തോന്നുന്നത് കൂടുതലും ഡിഫെൻസീവ് സ്റ്റൈൽ. പക്ഷേ പെപ് ഗാർഡിയോള കംപ്ലീറ്റ് മീൻസ് ഫുൾ അറ്റാക്കിംഗ് ഫേസ് ആണ്. ഏറ്റവും കൂടുതൽ ഫുട്ബോൾ നടക്കുന്നത് അറ്റാക്കിംഗ് തേർഡിലാണ് പെപ്പിൻ്റെ. അപ്പം ആ ലെവലിൽ കളിക്കുന്ന പ്ലെയേഴ്സിന് ചിലപ്പോൾ കോച്ചിന് ഇപ്പം നമ്മൾ ഓരോ ആൾക്കും ഓരോ ടേസ്റ്റ് ഉണ്ടാവും. ഒരു പ്ലെയറിനെ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്ലെയർ എൻ്റെ ടീമിൽ എനിക്ക് യൂസ്ഫുൾ ആവും ബാക്കി പ്ലെയേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ. അങ്ങനെ നോക്കിയിട്ടാണ് ആ സമയത്ത് ചിലപ്പോൾ മൊറീനോൻ്റെ നല്ല ഡിസിഷൻ ആയിരിക്കും. എന്താ ആ പ്ലെയർ പിന്നെയും കോമ്പീറ്റ് ചെയ്തിട്ട് വന്ന് ഏറ്റവും ടോപ്പ് ലെവലിലേക്കാണ്. ചിലപ്പോൾ ആ പ്ലെയറിന്റെ ബെസ്റ്റ് ടേണിംഗ് പോയിന്റ് ആയിരിക്കും. അന്ന് ഞാൻ റിജക്ട് ചെയ്ത് എനിക്ക് ഇതിനെക്കാളും കുറച്ചും കൂടി ബെറ്റർ ആണ്, അവൻ ബെറ്റർ ആയിട്ട് തന്നെയല്ലേ പിന്നെ വന്നത്. അതന്നെ വേൾഡ് ക്ലാസ് പ്ലെയർ ഉണ്ടായിരുന്നു. ഓപ്ഷൻസ് ഉണ്ടായിരുന്നു നമുക്ക്. ക്യാമ്പ് വെച്ചിട്ട് വേറെ ക്യാമ്പ്
പ്രൂവ് ആക്കാനുള്ള പക്ഷെ വേറെ അടുത്ത് പോകണില്ല, നിങ്ങളടുത്ത് തന്നെ പ്രൂവ് ചെയ്യാമല്ലോ. എനിക്ക് തോന്നുന്നു 10 years ബാക്ക് ഇവിടെ ഒരു സംഭവം ഉണ്ടായില്ല, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായില്ല ഒരു പ്ലെയറിന്. ഇപ്പൊ ഞാനടക്കം ഓൾമോസ്റ്റ് 18 മോർ ദാൻ 15 years ആയി. നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനുള്ളത് ഇല്ല. ഞാൻ കളിക്കുന്ന സമയത്ത് നമുക്ക് പറഞ്ഞു തരാൻ ആൾക്കാരുണ്ടായില്ല. നമുക്ക് നമ്മള് കഴിഞ്ഞ 10 കൊല്ലം മുമ്പ് നമുക്ക് പറഞ്ഞു തരാൻ ആൾക്കാരുണ്ടായില്ല. പക്ഷെ ഇപ്പോൾ ഇഷ്ടം പോലെ കോച്ചസ് ഉണ്ട്, ഇഷ്ടം പോലെ കണക്ഷൻസ് ഉണ്ട്, ഓൾ ഓവർ ഇന്ത്യയിൽ കണക്ഷൻസ് ഉണ്ട്. എല്ലാ കോച്ചസ് ആയിട്ടും ഏകദേശം എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള കോച്ചസ് ആയിട്ട് ലിങ്ക് ഉണ്ട്. നിങ്ങൾ പഠിക്കും പറഞ്ഞു തരാൻ ആരുണ്ട്. പക്ഷെ ആ സമയത്ത് ആൾക്കാർ വിചാരിച്ചില്ലെങ്കിൽ ഷെയർ വിചാരിക്കുന്ന പോലെ ആ സമയത്ത് ആ സീനിന്റെ ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സിസ്റ്റമിൽ കൊണ്ടുവരാൻ വരാൻ പറ്റണ്ടായിരുന്ന ഇൻഫ്ലുവൻസ് അവർക്ക് ഉണ്ടായിരുന്ന. ഇൻഫ്ലുവൻസ് അല്ല, അഗെയിൻ ഫുട്ബോൾ നോളജ് ആണ് ഏറ്റവും വെരി ഇമ്പോർട്ടൻറ്റ്. ഫുട്ബോൾ നോളജ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് അപ്പം ലാസ്റ്റ് 10 years മുമ്പായിട്ടുള്ള ആൾക്കാർക്ക് ഫുട്ബോളിനോട് എത്ര നോളജ് ഉണ്ടായെന്ന് നമുക്കറിയാം. നമ്മളിപ്പോൾ ലൈസൻസ് ചെയ്തതിന് ശേഷമാണ് നമുക്കറിയുന്നത് ഫുട്ബോളിൽ നമ്മളിപ്പോൾ ഒരു 5% അല്ലെങ്കിൽ 3% പഠിച്ചിട്ടുണ്ടാവും ഫുട്ബോളിൻ്റെ. ഇനി എത്രയോ പഠിക്കാനുണ്ട്. പക്ഷെ ആ 3% നോളജ് പോലെ 10 കൊല്ലത്തെ മുമ്പിലുള്ള ആൾക്കാർക്ക് ഉണ്ടായിരുന്നെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ആ ഏരിയയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു പ്ലെയറിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുക, ഏത് അക്കാഡമീസിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ സപ്പോസ് എൻ്റെ അക്കാഡമിയിൽ റെഗുലർ ബാച്ചാണ്, കുറച്ചും കൂടി പൊട്ടൻഷ്യൽ നല്ല പ്ലെയറാണ്. അപ്പോൾ അവന് എൻ്റെ അക്കാഡമിയിൽ നിന്നൊരു കാര്യമില്ല, അവനക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ആസ് എ കോച്ച് ഞാൻ തയ്യാറാണ്. അതാണ് നമുക്ക് കഴിഞ്ഞ 10 കൊല്ലം മുമ്പ് ഇല്ലാത്ത സംഭവം. 10 കൊല്ലം മുമ്പ് നമുക്ക് എന്തുണ്ടായില്ല, നമ്മളിപ്പോൾ സപ്പോസ് ഒരു കാസർഗോഡ് ജില്ലയിൽ നല്ല കളിക്കുന്ന ഒരു പ്ലെയർ, ഈ ഏരിയയിൽ നല്ല കളിക്കുന്ന പ്ലെയർ, ഓന് ഒരു സ്റ്റേജിലേക്ക് എത്തി. ആ സ്റ്റേജിൽ നിന്ന് മുകളിലോട്ട് പോകണ്ടേ, ആ മുകളിലോട്ട് പോകുന്നതാണ് അവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. ആ മുകളിലോട്ട് പോകാൻ പറയാൻ ആൾക്കാരുണ്ടാവില്ല. ഇപ്പം ഓൾമോസ്റ്റ് 7 years കഴിഞ്ഞു. 10 years മുമ്പിലത്തെ കഥയാണ് പറയുന്നത്. 10 years കഴിഞ്ഞതിൻ്റെ ഇപ്പോൾ കഥ പറയുന്നല്ല. ഇപ്പം ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇഷ്ടംപോലെ അക്കാഡമീസ് ഉണ്ട്. കേരളത്തിൽ തന്നെ നമ്പർ 1 ഗോകുലം, കേരള ബ്ലാസ്റ്റേഴ്സ്, മുത്തൂറ്റ്, ഇങ്ങനെ പരപ്പൂർ, അങ്ങനെ കുറേ അക്കാഡമീസ് റെസിഡൻഷ്യൽ ഉണ്ട്. പ്ലേയേഴ്സിനെ സ്കൗട്ട് ചെയ്തിട്ട് ഫുൾ സ്കോളർഷിപ്പ് ചെയ്യുന്ന കുറേ അക്കാഡമീസ് ഉണ്ട്. സ്കൗട്ടിങ് ഇപ്പം നിലവിൽ ഇപ്പം കേരളത്തിൽ ഏകദേശം എനിക്ക് തോന്നുന്നു സൗത്തിൽ നിന്നാണ് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്കൗട്ടിങ് നടക്കുന്നുണ്ട് ഇപ്പം പ്ലേയേഴ്സിന്. ഇതല്ലെങ്കിൽ ഇവിടുത്തെ പ്ലെയറിന് ബുദ്ധി ജാസ്തി എന്നാൽ പൊതുവെ എല്ലാ ആൾക്കാരും പറയുന്നു കേരളത്തിലെ പ്ലേയേഴ്സിന്. പക്ഷെ അതിനൊത്തിട്ട് തന്നെ നമ്മളെ ബോഡി എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫുട്ബോൾ എന്ന് പറയുന്നതിന് ഫിസിക്കലി ഭയങ്കര നമ്മൾ അപ്ഡേറ്റഡ് അല്ലെങ്കിൽ അത്ര കോൺഷ്യസ് ആവുന്ന കാര്യമാണ്. ഇപ്പോൾ ഞാൻ ആദ്യം ലോക്കൽ ടൂർണമെന്റ്സ് പറഞ്ഞത് ഞാൻ ഇടയ്ക്ക് കളിക്കാൻ പോയിട്ടുണ്ട്, നമുക്ക് കാണുന്നതാണ് ഇതാകുന്നത്. അപ്പോൾ ഈ ഒരു നിങ്ങൾ പറഞ്ഞതൊക്കെ ബേസിക്സ് ഇപ്പോൾ കുറേ ആൾക്കാർ ടർഫ് കളിക്കേണ്ട പറയുന്നുണ്ട്, കുറച്ച് ഡോക്ടേഴ്സ് പറയുന്നുണ്ട് ഈ അതിൽ ഇഞ്ചുറീസ് കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട് തന്നെയാണ്. ടർഫിനെ കുറ്റപ്പെടുത്താനും കഴിയില്ല. എന്തല്ലെങ്കിൽ ടർഫ് ഓൾറെഡി വേൾഡിലും ഉണ്ട്. ടർഫ് ജർമ്മനി ആണ് നമ്പർ 1 ടർഫ്. അങ്ങനെ എൻ്റെ ഒരു അറിവിൽ ജർമ്മനിലാണ് ഏറ്റവും നമ്പർ 1 ടർഫ് ഉള്ളത്. അപ്പോൾ ടർഫിൽ കളിക്കുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഒരു പ്ലെയറിന് ഒരു കളി, ആ ഒരു കളി കളിക്കുമ്പോൾ ആ പ്ലെയർ പ്രയർ 1 വീക്ക് അതിന് മുമ്പായിട്ട് ഒരു വീക്കിൽ അവന് സ്ട്രെങ്ത് ചെയ്യണം. ഈ സ്ട്രെങ്തെല്ലാം ചെയ്യാതെ ഈ കളിക്കുന്ന പ്ലേയേഴ്സിനാണ് കൂടുതൽ ഇഞ്ചുറി ടർഫിന്റെ. എൻ്റെ ഒരു നമുക്ക് എപ്പം ടർഫിനെ എന്താ പറയുന്നത് ബ്ലെയിം ആക്കാൻ കഴിയില്ല. ടർഫിന് എന്തില്ലെങ്കിൽ ടർഫിൽ യൂസ് ചെയ്യുന്ന ബൂട്ട്സ് ഉണ്ട്, കംപ്ലീറ്റ്ലി ടർഫിൽ യൂസ് ചെയ്യുന്ന ബൂട്ട്സ് കംപ്ലീറ്റ് ഡിഫറെന്റ്, മഡ് ഗ്രൗണ്ടിൽ യൂസ് ചെയ്യുന്ന ബൂട്ട് ഡിഫറെന്റ്, ഗ്രാസ് കോർട്ടിൽ കളിക്കുന്ന ബൂട്ട് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. അത് നിങ്ങൾക്ക് ഇപ്പം പുറമെ മാച്ചസ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയും, ചില പ്ലേയേഴ്സിൻ്റെ ബൂട്ടിൻ്റെ അടിയിൽ ഇത് മെറ്റൽ സ്റ്റഡ് ഉണ്ടാവും, ചിലത് പ്ലാസ്റ്റിക് ആയിരിക്കും. അപ്പോൾ ഓരോ സർഫേസിൽ യൂസ് ചെയ്യുന്ന ബൂട്ട്സ് ഉണ്ട്, ഗ്രിപ്പിംഗ് ഉണ്ട്. ടർഫിൽ ഗ്രിപ്പിംഗ് എൻ്റെ ഒരു അറിവിൽ ഗ്രിപ്പിംഗ് വേണം. ചെറിയൊരു സ്ലൈഡിൽ ചിലപ്പോൾ ലിഗമെന്റ് എല്ലാം ഫ്രാക്ചർ ആവും. പിന്നെ ലാൻഡിങ് ചില ആൾക്കാർ ഇപ്പവും ആൾക്കാർ യൂസ് ചെയ്യുന്ന നോർമൽ ബൂട്ട്സ് ആണ്. നോർമൽ ബൂട്ട്സിൽ ആ ടർഫിൽ ഇപ്പം മഡ് ഗ്രൗണ്ടിൽ ഞാൻ കളിക്കുന്നുണ്ട്, മഡ് ഗ്രൗണ്ടിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സൂട്ടബിൾ ബൂട്ട് ഏതെന്ന് ഞാൻ കണ്ടെത്തണം. പിന്നെ ഈ മഡ് ഗ്രൗണ്ടിലും ഗ്രാസ് കോർട്ടിലും ടർഫ് ഗ്രൗണ്ടിൽ ഈ 3 ഗ്രൗണ്ടിൽ കളിക്കണമെന്ന് എൻ്റെ കാലിന് സ്ട്രെങ്ത് എന്തായാലും ഉണ്ടാകും. ഈ സ്ട്രെങ്ത് ഇല്ലാത്തപ്പോൾ എപ്പം സ്ട്രെങ്ത്തും പ്ലസ് ടയർഡ്നെസ് ഈ കണ്ടിന്യൂസ് ഫുട്ബോൾ കളിക്കുന്നില്ലേ, അവനക്ക് മസിൽ ഫറ്റീഗ് ഉണ്ടാവും, ടയർഡ്നെസ് ഉണ്ടാവും. ഈ ടയർഡ്നെസ് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മസിൽസ് എല്ലാം വെള്ളമില്ല, മസിൽസ് എല്ലാം റിക്കവറി ഇല്ല. ഇതെല്ലാം ഉണ്ടാകുമ്പം എന്തെങ്കിലും ചെറിയൊരു ഇൻസിഡൻറ്റ്, ചെറിയൊരു ഫേക്ക് ഇഞ്ചുറി പ്രോൺ ആകാനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ അതാണ്. ഏറ്റവും ഞാൻ പറഞ്ഞത്
നിങ്ങൾ പറഞ്ഞതിനുള്ള ഉത്തരം. ഓക്കെ, അത് കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരു 2 weeks ഇങ്ങനെ ഡിസ്കസ് ആക്കുമ്പോൾ കുറെ ടർഫിന് ഭയങ്കര ബ്ലെയിം ചെയ്യുന്നുണ്ട്. ടർഫിൽ ഇപ്പോൾ ടൂർണമെന്റ് വെക്കുന്നത് പറയുമ്പോൾ ടർഫിന് ബ്ലെയിം ചെയ്തില്ലെങ്കിൽ ടർഫിന്റെ ക്വാളിറ്റി ഉണ്ട്. ഫിഫ ക്വാളിറ്റി, കണക്കിനുള്ള ക്വാളിറ്റി ഉണ്ട്. ചില ആൾക്കാർ കാലി ബിസിനസ് മാത്രം നോക്കുന്ന ആൾക്കാരുണ്ട് ടർഫിൽ. റവന്യൂ ജനറേഷനിലുള്ള ആൾക്കാർ, കുറേ ആൾക്കാർ ഫിഫ സ്റ്റാൻഡേർഡ് കുറച്ചും കൂടി തിക്നെസ് ഉള്ള ഫിഫ ക്വാളിറ്റി ഉള്ള ടർഫ് യൂസ് ചെയ്തെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാവും എന്തായാലും പ്ലെയറിന്. ചില ഏരിയയിൽ യൂസ് ചെയ്യുന്ന മെറ്റൽസ് അടിയിൽ ചിലപ്പം കോൺക്രീറ്റ് ആയിരിക്കും. കോൺക്രീറ്റിൻ്റെ മുകളിൽ നമ്മൾ കളിച്ചും ഫുട്ബോൾ കളിച്ചും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ മുട്ടിനും ആംഗിളിനും ഹിപ്പിനും ലോഡ് ഉണ്ട്. അപ്പം ആ ഒരു ലെയറിങ് പ്രോസസ്സ് ഉണ്ട്. ആ ലെയറിങ് പ്രോസസ്സ് എല്ലാം കഴിഞ്ഞിട്ടുള്ള അത്യാവശ്യം നല്ല ടർഫിലൊന്നും അങ്ങനെ ഇഞ്ചുറീസ് വരാൻ എനിക്ക് എൻ്റെ അറിയില്ല. എനിക്ക് ടർഫിനെ കുറിച്ചിട്ട് വലിയ ഐഡിയ ഇല്ല ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ കുറിച്ചിട്ട്. പക്ഷേ ടർഫിൻ്റെ ഇപ്പം ഓരോ കാര്യം ചോദിക്കുമല്ലോ ഒരു പ്ലെയറിൻ്റെ. ഇപ്പം ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ ഒരു പ്ലെയർ ടർഫിൽ കളിക്കുമ്പോൾ എന്ത് ബുദ്ധിമുട്ട്, എന്തെല്ലാം ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ അവൻ്റെ ബൂട്ട് ബുദ്ധിമുട്ടുണ്ടാവും, അവൻ സ്ട്രെങ്തനിങ് ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ അവന് പ്രയർ ഒരു ദിവസം മുമ്പ് അവന് ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല, അവൻ്റെ മസിൽ ഫുൾ ടയേർഡായിരിക്കും, അവനക്ക് അവൻ്റെ ഫുള്ളി എനർജി യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതെല്ലാം ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിപ്പോൾ ഓടുമ്പോൾ ചിലപ്പോൾ ഒരു പ്ലെയർ ഫിസിക്കൽ ചാലഞ്ചസ് എല്ലാം വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇഞ്ചുറീസ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇഞ്ചുറീസ് ഒരു കരിയറിന് അങ്ങനെ തീർക്കാൻ പറ്റുമല്ലോ. ഇഞ്ചുറീസ് കരിയറിന് തീർക്കാൻ പറ്റുന്നുള്ളത് ലോജിക്ക് എൻ്റെ ഒരു ലോജിക്കല്ല. എന്തായാലും നെയ്മറാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ. ഇഞ്ചുറി പ്രോൺ റിക്കവർ ചെയ്ത് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ അഗൈൻ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞില്ലെങ്കിൽ നെയ്മറിന്റെ ഇപ്പോ പറയുന്നത് നെയ്മറിന്റെ സ്കില്ലിനെ വെച്ചിട്ടുള്ള പൊട്ടൻഷ്യൽ എത്താത്ത കാരണത്തിന്റെ ഒന്ന് മെയിൻ ഒരു റീസൺ ആണ് ഇഞ്ചുറീസ്. ഇഞ്ചുറീസ് റിക്കവർ ചെയ്തിട്ട് വരുന്നുണ്ടല്ലോ നെയ്മർ പിന്നെയും. പറഞ്ഞില്ല ഞാൻ അസല് പറഞ്ഞില്ലെങ്കിൽ നെയ്മർ അവന്റെ സ്കില്ലിനൊത്തുള്ള പൊട്ടൻഷ്യലിലേക്ക് എത്തി വരുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട്. ഈ കുറെ കണ്ടിന്യൂസ് മാച്ചസിലാണ്. കാരണം ഇത്രയായിട്ടും ഒരു ബാലൻഡിയർ എന്തില്ലാത്ത ഒരു ഗോൾഡൻ ബൂട്ട് എന്തില്ലാത്തൊരു പ്ലെയറാണ്. പക്ഷെ ഞാൻ പറയുമ്പോൾ ആൾക്കാർ പറഞ്ഞാൽ ഇഞ്ചുറീസ് ഇല്ലായിരുന്നെങ്കിൽ ഇതിനേക്കാളും മികച്ച നെയ്മർ കിട്ടട്ടായിരുന്നു. എല്ലാ പ്ലെയറിനും എല്ലാ ഭാഗ്യം കിട്ടാല്ല. ഇപ്പൊ റൊണാൾഡോക്കുള്ള ഭാഗ്യം ചിലപ്പോൾ മെസ്സി കിട്ടാല്ല, മെസ്സിക്കുള്ള ഭാഗ്യം ചിലപ്പം ലോക്കൽ പ്ലെയറിന് കിട്ടാല്ല, ലോക്കൽ പ്ലെയറിനുള്ള ഭാഗ്യം ചിലപ്പോൾ അതിനേക്കാളും ലോക്കൽ പ്ലെയറിന് കിട്ടാല്ല. അപ്പം നെയ്മറിന് ഭാഗ്യമില്ലെന്നല്ല. നെയ്മർ ഇപ്പം ബ്രസീൽ ഫുട്ബോൾ ഇന്റർനാഷണൽ ബ്രസീലിൽ കളിക്കുന്നുണ്ട്, ടോപ്പ് സ്കോറർ എല്ലാം ഉണ്ട്. പക്ഷെ ഇഞ്ചുറി പ്രോൺ. പക്ഷെ അതിന് നമുക്ക് അതെല്ലാം ഇപ്പം ദൈവത്തിന്റെ കയ്യിലാണ്, നമുക്കത് ഇപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇഞ്ചുറി എന്നുള്ള സാധനം മെയിൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമാണ്. ചിലപ്പോൾ ഏറ്റവും ഫിറ്റ് പ്ലെയർ ആയിരിക്കും. എനിക്ക് തോന്നുന്നു സാൽട്ടാൻ ഇബ്രാഹിമോവിച്ച് ഒരു ലാൻഡിങ്ങിൽ അവൻ്റെ മുട്ട് ഇങ്ങനെ മടങ്ങിയതും റിക്കവർ ചെയ്തിട്ട് പിന്നെ വന്നതും സ്ട്രെച്ചസിൽ അഗൈൻ റിക്കവർ ചെയ്ത് വരുന്നല്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫുട്ബോൾ പ്ലെയറിന്റെ. ഇവിടെ വെച്ചാൽ ലോക്കൽ ടൂർണമെന്റ്സിനെ പറഞ്ഞു. പക്ഷെ ഇപ്പോഴും കുറച്ച് ഹൈപ്പുള്ളൊരു ടൂർണമെന്റ് ഇനി ടൂർണമെന്റ്സ് ആയിരുന്നു എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അക്സെപ്റ്റ് ചെയ്യാത്തൊന്നും അറിയില്ല. പക്ഷെ അതേമാതിരി ഞാനിപ്പോൾ കണ്ടെടുത്തോളം അതിന്റെ ബാക്ക് സ്റ്റേജിലുണ്ട ഒരു അക്സെപ്റ്റൻസ് ഇല്ല. അല്ലെങ്കിൽ ഇതിന്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണിച്ചു ഇതിനേക്കാൾ മികച്ച പ്ലെയറിനെ കൊണ്ടുവരണമെന്നുണ്ടോ, ഇതിനൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ? പക്ഷെ പറഞ്ഞില്ലേ കുറെ ഇഷ്യൂസ് നമുക്ക് കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെല്ലാം ഫേസ് ചെയ്യേണ്ടത്. ആ സപ്പോർട്ട് എന്ത് തന്നെങ്കിൽ അല്ലെങ്കിൽ ആ സപ്പോർട്ട് കിട്ടിയെങ്കിൽ ഇനി ഇവിടെ ഫുട്ബോളിനെ കുറിച്ചുള്ള, കാരണം ഇതിനെ കുറിച്ചിട്ട് അത് സുനിൽ ഛേത്രി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ക്രിട്ടിസൈസ് ആയിരിക്കും എന്തോ ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കും. ഫുട്ബോളിനെ കുറിച്ച് നോളജ് ഷെയർ ചെയ്യണം. സംസാരിച്ചെങ്കിൽ കുറ്റം പറഞ്ഞു ഞങ്ങളെ, അങ്ങനെയാണ് ഛേത്രി പറഞ്ഞത്. അല്ലെങ്കിൽ കുറ്റം പറഞ്ഞു സംസാരിക്കുന്ന ഫുട്ബോൾ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ പ്ലേയേഴ്സിനെല്ലാം കാണുമ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു ആഫ്രിക്കൻ പ്ലേയേഴ്സ് നമ്മൾ എടുത്ത് പറഞ്ഞെങ്കിൽ ഒരു സ്റ്റോപ്പ് പൊസിഷൻ വരുമ്പോൾ പറയും. കാരണം അങ്ങനത്തെ പെർഫോമൻസ് നമുക്ക് ഇങ്ങനെ ഓക്കെ ആ സ്റ്റോപ്പർ ഡോമിനേറ്റ് ആക്കുന്ന ഇങ്ങനത്തെ പ്ലേയേഴ്സ് വരുന്നാണെങ്കിൽ നമുക്ക് ഐഡിയ കിട്ടും. ഇപ്പൊ ഫുട്ബോളിൽ ഫിസിക്കൽ ഗെയിം, ആഫ്രിക്കൻ പ്ലേയേഴ്സ് ഫിസിക്കൽ ഗെയിമാണ് സ്റ്റോപ്പേഴ്സിൽ. ഇനിയും ഓർക്കാൻ പറ്റും, ഇനിയും അതിനുള്ള സപ്പോർട്ട് കിട്ടുന്നെങ്കിൽ ഇനിയും നല്ല പ്ലേയേഴ്സിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. തീർച്ചയായും പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സപ്പോർട്ട് എന്നുള്ള ഒന്ന് ഫ്രം അക്കാഡമീസ്, ഫ്രം ഫസ്റ്റ് നല്ലത് പൊരയാണ്. പൊരയിൽ നമ്മളെ പൊതുവെ ഇപ്പം നമ്മ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് നമ്മൾ എന്തായാലും പറയണമല്ലോ. നമ്മൾ എന്തെല്ലാം മുമ്പിൽ കാണുന്നുണ്ട്. ഇപ്പോൾ സപ്പോസ് ഒരു 5.5 വയസ്സുള്ളൊരു കിടാവുന്നു, 5.5 വയസ്സുള്ള ഒരു കിടാവ് ഒരു സ്ഥലത്ത് പഠിക്കാൻ വന്നു. നോർമലി നമ്മൾ സ്കൂളിൽ എന്ത് ചെയ്യും, ത്രൂ ഔട്ട് ഡിഗ്രി വരെ പഠിപ്പിക്കും. പക്ഷെ ഫുട്ബോളിൽ അങ്ങനെയല്ല. ഒരു 3 years കഴിയുമ്പോൾ ടയേർഡായി. ആര്? പാരൻസ് ടയേർഡായി. ഒന്നാമത് പാരൻസിന് പൈസ കൊടുക്കാനുണ്ടല്ലോ. ചിലപ്പോൾ ഈ പാരൻസിന് പൈസ ഒഴിവാക്കുന്നത് ഈ പ്ലെയർ കുറച്ചും കൂടി
എത്തിയിട്ട് ഫുട്ബോൾ കളിക്കുന്നുണ്ടെങ്കിൽ ടാലന്റഡ് ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ സ്കോളർഷിപ്പ് എല്ലാം പ്രൊവൈഡ് ചെയ്യും. അതാണ് ഇപ്പോൾ പൊതുവെ എല്ലായിടത്തും നടക്കുന്നത്. എൻ്റെ അടുത്ത് ഓൾമോസ്റ്റ് 30 പ്ലേയേഴ്സിൻ്റെ അടുത്ത് സ്കോളർഷിപ്പ് ഉണ്ട്. സ്കോളർഷിപ്പ് ഓൾമോസ്റ്റ് ഫീസിൻ്റെ ഒരു 30% നമ്മൾ വാങ്ങിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ 20%. അപ്പം ഡിപ്പെൻഡ്. ചിലപ്പം ഉപ്പില്ലാത്ത മക്കളുണ്ടാവും, ചിലപ്പോൾ 2 ആളില്ലാത്ത മക്കളുണ്ടാവും. അവർക്കെല്ലാം കംപ്ലീറ്റ്, ചില ആൾക്ക് കംപ്ലീറ്റ് സ്കോളർഷിപ്പ് ആക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ കുറേ. ഇപ്പോൾ 5.5 വയസ്സുള്ള ഒരു കിടാവിനെ നമ്മൾ ഒരു 3 കൊല്ലം 4 കൊല്ലം ട്രെയിൻ ചെയ്ത് മോന് ഒരു 10-12 ആകുമ്പോൾ മോന് ഓൾമോസ്റ്റ് അവനക്ക് ഫുട്ബോളിലുള്ള ടെക്നിക്കൽ സൈഡ് അവൻ്റെ ഏകദേശം എല്ലാം സെറ്റായി. പിന്നെ 13 above 12 നിന്നാണ് ടാക്ടിക്കൽ തുടങ്ങുന്നത് ഫുട്ബോളിൽ. സിറ്റുവേഷൻ ബേസ്ഡ് ഫുട്ബോൾ ഇങ്ങനെയുള്ള തുടങ്ങുന്നത്. 11 സൈഡ് ഫോർമാറ്റ് ഫുൾ സിറ്റുവേഷൻ ബേസ്ഡ്. സിസ്റ്റം വേഴ്സസ് സിസ്റ്റമാണ് പ്ലാൻ ചെയ്യുന്നത്. ഒരു ടീമിൻ്റെ എഗെയിൻസ്റ്റ് നമ്മൾ എങ്ങനെ കളിക്കും, ആ ടീമിൻ്റെ വീക്ക്നെസ് ഏടെ, സ്ട്രെങ്ത് ഏടെ, അത് നോക്കിയിട്ടാണ് നമ്മൾ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് അവന് ഒരു യൂത്ത് എത്തുമ്പോൾ കോച്ച് പറയും, ഇവിടെ വീക്ക്നെസ് ഉണ്ട്, അവൻ്റെ ഈ ഏരിയ വീക്ക്നെസ് ഉണ്ട്, നമ്മൾ ആ ഏരിയ മാത്രം ഡോമിനേറ്റ് ചെയ്യണം. ഈ ഒരു സ്റ്റെപ്പിലേക്ക് എത്താനാകുമ്പോൾ ചിലപ്പോൾ പാരൻസ് ഡ്രോപ്പ് ചെയ്യുന്നത്. അതാണ് ഇപ്പം എനിക്ക് എൻ്റെ ഒരു രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ജോയിൻ ചെയ്ത ഒരു 3 പ്ലേയേഴ്സ് ഓൾറെഡി, ഒന്ന് ട്രാവലിങ്ങിന് പ്രശ്നം, പിന്നെ പാരൻസിൻ്റെ പൈസേൻ്റെ പ്രശ്നം, ഇത്രയെല്ലാം ഇതെല്ലാം നമുക്കൊരു ബുദ്ധിമുട്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ. നമ്മളിപ്പോൾ ഒരു പ്ലെയറിനെ നല്ല രീതിയിൽ ഒരു പൊട്ടൻഷ്യൽ ഓവർകം ചെയ്യാനുള്ള ഏറ്റവും വലിയ സൊല്യൂഷനാണ് ഞാൻ പറഞ്ഞത്. ഓരോ ഏരിയയിൽ ഇപ്പോൾ 1, 2, 3 ഒരു ഏരിയയിൽ നിന്ന് ഒരു ക്ലബ് ഏരിയയിൽ നിന്ന് ഒരു 3 പ്ലെയറിന് ചിന്തിച്ചു. ഒരു ക്ലബ് എന്ന് ഇപ്പം സപ്പോസ് തളങ്കര, ചൂരി, മൊഗ്രാൽ, കുമ്പള, ഇങ്ങനെ ഒരു ഏരിയ, ഉപ്പള, ഒരു ഏരിയ ഒരു 3 പ്ലെയർ, ഓരോ ഏജ് കാറ്റഗറിയിൽ 3 പ്ലെയർ. ആ 3 പ്ലെയറിനെ സ്പോൺസർ ചെയ്താൽ പോരെ. അപ്പോൾ വേറെ എന്തെല്ലാം രീതിയിൽ സ്പോൺസർ ചെയ്യുന്നുണ്ടല്ലോ. ആ 3 പ്ലെയറിനെ എല്ലായിടത്തും വേൾഡിൽ എവിടെ നോക്കുന്നുണ്ടെങ്കിലും പ്ലെയറിന്റെ കളി കണ്ടിട്ട് കളി ഇപ്പം എന്താ പറയുന്നത്, പ്ലെയറിനെ ഇപ്പം ഞാൻ സപ്പോസ് എനിക്കൊരു പ്ലെയറിനെ കണ്ട് എൻ്റെ 1 year ഫുൾ 1 year എൻ്റെ ഫുൾ ആ പ്ലെയറിനെ ഞാൻ സർവീസ് മീൻസ് എനിക്ക് എന്തെല്ലാം ചിലവുണ്ട് അതെല്ലാം. ഇപ്പം എനിക്ക് ഇത്ര കൊല്ലത്തെ എൻ്റെ ഫുട്ബോളിൽ ഇപ്പം എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഓൾമോസ്റ്റ് 6-7 years ആയി ഞാൻ എൻ്റെ അക്കാഡമി തുടങ്ങിയിട്ട്. ഫുട്ബോൾ തുടങ്ങിയിട്ട് കുറേ കൊല്ലം, ഓൾമോസ്റ്റ് 15 years മുകളിലായി. പക്ഷേ ഇപ്പോൾ എനിക്കിപ്പോൾ ലാസ്റ്റ് ഇയർ ആണ് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു മാരേജ് ഫംഗ്ഷനിൽ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത്, ഞാൻ നിൻ്റെ ഏതെങ്കിലും ഒരു പൊട്ടൻഷ്യൽ പ്ലെയർ ഉണ്ടെങ്കിൽ ഞാനൊരു ഓൾമോസ്റ്റ് ഒരു 1 lakh വരെ നിനക്ക് സപ്പോർട്ട് ചെയ്യാന്നുള്ള. അതെനിക്ക് ഏറ്റവും, ഞാൻ ഇത്ര കൊല്ലം ഫുട്ബോൾ കളിച്ചതിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുന്നത് നമുക്ക് കിട്ടുന്ന അംഗീകാരമായിരിക്കും. ചിലപ്പോൾ അത് അച്ചീവ്മെൻ്റ് ആയിരിക്കും. അതല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ചോദിച്ചില്ല, ഓന് പറഞ്ഞതല്ലെങ്കിൽ നിൻ്റെ ഏതെങ്കിലും പൊട്ടൻഷ്യൽ പ്ലെയർ ഉണ്ടാ, ഓന് ചാൻസസ് ഉണ്ടാ, കയറാനുള്ള ചാൻസസ് ഉണ്ടാ, ഓനിക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യാം. ആളെ പേര് ഞാൻ പറയുന്നില്ല, പക്ഷെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ ഓന് എൻ്റെ ഒരു മന്ത്ലി സാലറി വെച്ചിട്ട് ഞാൻ ഒരു 2 months നിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു 10 ആൾ വന്നെങ്കിൽ എന്തായി, നമുക്ക് എത്ര ആൾ ഡെവലപ്പ് ചെയ്യാം. അത് ഓരോരു ഏരിയയിൽ എന്താക്കണം. ഓൾമോസ്റ്റ് ഇപ്പം നോർമലി ഇപ്പം എൻ്റെ ഇപ്പോൾ റെഗുലർ ബാച്ചിൽ നോർമൽ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പം കാസർഗോഡ് ജില്ലയിൽ തന്നെ ഈ ഏരിയയിൽ തന്നെ അക്കാഡമീസിൽ നോക്കുന്നുണ്ടെങ്കിൽ 1 yearly എനിക്ക് തോന്നുന്നത് ഏകദേശം അക്കാഡമീസ് 7,000 to 12,000 മാക്സിമം ആ പ്രൈസ് റേഞ്ച് ആയിരിക്കും വാങ്ങിക്കുന്നുള്ളത്. അത് കാലി കോച്ചിങ് ഫീസ്. ആ കോച്ചിങ് ഫീസിൽ അക്കാഡമീസിന് ബുദ്ധിമുട്ടുള്ള കാര്യം ബോൾ ഈനെല്ലാം ഓവർകം ചെയ്യാനുള്ള കുറേ ബുദ്ധിമുട്ടുണ്ട് അക്കാഡമീസിന്. അപ്പം ഈ സ്പോൺസേഴ്സ് വരുമ്പോൾ എന്താ പറയുക, ഈ ഓരോ പിള്ളേർക്കും ഒരു സ്പോൺസർ ചെയ്യുന്നില്ല, നമുക്ക് ബോൾ വാങ്ങിക്കാം, ഈ പ്ലെയറിനെ നമുക്ക് ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, നമ്മൾ ബാക്കി കാര്യങ്ങളിൽ നോക്കിയാൽ മതി. ഏത് ന്യൂട്രീഷന് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഒരു 1 lakh നമുക്ക് ഒരു പ്ലെയറിനെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കുള്ള എല്ലാ ഫെസിലിറ്റിയും നമുക്ക് കൊടുക്കാനുള്ള ഇതൊക്കെ 1 lakh മതി. നോർമൽ റെസിഡൻഷ്യൽ പോകുന്നുണ്ടെങ്കിൽ മോർ ദാൻ 2.5. അഗെയിൻ റെസിഡൻഷ്യൽ സ്കോളർഷിപ്പും ഉണ്ട്. സ്കോളർഷിപ്പ് ഉണ്ട് 30%. ഞാൻ പറഞ്ഞ പോലെ ഇപ്പം 65,000 വെച്ചിട്ട് ബാക്കി സ്കോളർഷിപ്പ് ആക്കുന്ന ഒരു അക്കാഡമീസ് ഉണ്ട്. അപ്പോൾ ഈ ഏരിയയിലത്തെ ഞാൻ പൊതുവേ നമ്മളെ ഏരിയയിലത്തെ മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ, പുറത്തത്തെ ഞാൻ നോക്കില്ല. എന്തെങ്കിലും നമ്മളെ ഏരിയയിലത്തെ ഫുട്ബോൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നുള്ളത്. നമുക്ക് ഇഷ്ടം ഓഫേഴ്സ് ഉണ്ട്, പക്ഷെ പോകാനുള്ള ഒരു ഇതില്ല. എന്ത് പറഞ്ഞെങ്കിൽ ഒരു 10 years ഞാൻ ഓൾറെഡി ടാർഗറ്റ് വെച്ചിന് ഈ ഏരിയയിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം. പക്ഷേ ഇത്ര കോച്ച് ഇത്ര പ്ലേസ് ഇത്ര ക്യാമ്പാക്കി സ്ഥിതിക്ക് തോന്നുന്നുണ്ട് നമ്മൾ എത്താൻ പറ്റുന്ന പൊട്ടൻഷ്യൽ ഉണ്ട്. അതല്ല ഞാൻ പറഞ്ഞു. ഇപ്പം അക്കാഡമിയിൽ വന്നു ഡിഗ്രിയിലേക്ക് പോയി,
ഡിഗ്രി ഇപ്പം എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് കാരണം എൻ്റെ അടുത്തുണ്ടായ ഒരു 4-5 പ്ലേയേഴ്സ് മാലിക് കോളേജിലുണ്ട്. മാലിക് കോളേജിലാന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പം കഴിഞ്ഞ കണ്ണൂർ യൂണിവേഴ്സിറ്റി കമ്പയർ ചെയ്യുമ്പോൾ ലാസ്റ്റ് 2-3 ഇയേഴ്സ് ആയിട്ട് ഡി-സോൺ ചാമ്പ്യൻസ് ആണ്. ഡി-സോൺ ചാമ്പ്യൻസ് എന്തുകൊണ്ട് ചാമ്പ്യൻസ് ആണ്? ഈ ഏരിയയിൽ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുന്നത് മാലിക് കോളേജ്. അവര് പൈസ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ അതിനനുസരിച്ചുള്ള റിസൾട്ട് ഉണ്ട്. പിള്ളേർ ചിന്തിക്കാൻ തുടങ്ങി മാലിക് കോളേജിൽ വന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഫുട്ബോൾ മെച്ചപ്പെടുത്താം. പക്ഷെ ആ കോളേജിൽ വന്ന് യൂണിവേഴ്സിറ്റി ഡി-സോണിൽ കളിച്ച് ചാമ്പ്യൻസ് ആയി ആടത്തേക്ക് ഫുട്ബോൾ സ്റ്റോപ്പ് ചെയ്ത്. എന്തുകൊണ്ട് സ്റ്റോപ്പ് ചെയ്ത്? അപ്പം തലയിൽ ഇപ്പം നോർമലി ഇപ്പോൾ ക്യാമ്പ് ചെയ്യുന്ന സമയത്ത് പറയലുണ്ട് ട്രോഫി മുകളിൽ വന്ന് തല്ല മുകളിൽ വന്ന് എന്നുള്ള രീതിയിൽ. അത് പ്ലെയറിൻ്റെ തലയിൽ നിന്ന് പോയെങ്കിൽ അവർക്ക് പിന്നെയും ഒരു 1 or 2 years അവന് പ്രോപ്പറായിട്ട് ഒരു ന്യൂട്രീഷനിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ് അവരെല്ലാം കൺസൾട്ട് ചെയ്ത് അവൻ്റെ ബോഡീനെ നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ട് എനിക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവും. ഞാൻ ചോദിക്കാണ്ട് കാരണം വെച്ചാൽ പറഞ്ഞു അക്കാഡമി എല്ലാം അക്കാഡമിയിൽ ഇപ്പം എല്ലാം വേൾഡിലും അക്കാഡമി പോകുന്ന എത്ര ആൾക്കാർ അക്കാഡമിയിൽ പോകുന്നത്. പക്ഷെ എത്തുന്നത് കുറച്ച് ആൾക്കാരാണ് അതിലേക്ക്. കാരണം അതിന് ഉപരി പറയുന്നുണ്ട് മെന്റാലിറ്റി. അത് എടുത്തുള്ള മെന്റാലിറ്റി അവർക്ക് ഇതന്നെ വേണം, ഇതിലെത്തണം, അങ്ങനെയുള്ള മെന്റാലിറ്റി ഇവിടെ കാണുന്നുണ്ടാകുന്നത്. അതാണ് എൻ്റെ ആ ചോദ്യത്തിന് ഞാൻ ഉദ്ദേശിച്ചത്. അത് ഇവിടുന്ന് എത്തോ ഉദ്ദേശിച്ചത് അതുകൊണ്ട് ടാലന്റിന്റെ പ്രശ്നത്തിലല്ല, ആ മെന്റാലിറ്റി ഉണ്ടാകും. റൈറ്റ്, ഓക്കെ, കുറച്ച് പറഞ്ഞെങ്കിൽ ഇതേ സ്ട്രക്ചറിൽ പോകണം, അല്ലെങ്കിൽ ഇതിങ്ങനെ എത്തണം, അതിന് വേണ്ടി ഏത് എക്സ്ട്രീം ലെവലിൽ ഡെഡിക്കേറ്റ് ചെയ്യാറില്ല. ഇപ്പോൾ അക്കാഡമിയിൽ വരുന്ന പ്ലേയേഴ്സ് ഇപ്പോൾ 100 നമ്മൾ കമ്പയർ ചെയ്യുമല്ലോ. 100 കമ്പയർ ചെയ്യുമ്പോൾ ഈ 100ലും 100 ആളും ഏറ്റവും ടോപ്പ് പ്ലെയർ ആവുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ 100ൽ 1 or 2 ആയിരിക്കും, ചിലപ്പോൾ 4 ആയിരിക്കും ഏറ്റവും പീക്ക് ലെവലിലേക്ക് പോകുന്നത്. ബാക്കിയുള്ള പ്ലേയേഴ്സ് അതിന് അർത്ഥം ബാക്കിയുള്ള പ്ലേയേഴ്സിന് ഒന്നും ഇല്ല എന്നല്ല. ബാക്കിയുള്ള പ്ലേയേഴ്സിന് നോർമലി നടക്കുന്നതിനേക്കാളും പവറായിരിക്കും ചിലപ്പോൾ ഈ ഓടുന്നത്. കംപ്ലീറ്റ്ലി മോർ ഫിസിക്കൽ ആക്ടിവിറ്റി ഉള്ള ഗെയിമാണ് ഫുട്ബോൾ. ഫിസിക്കൽ മനസ്സിലായോ, മെന്റൽ എല്ലാ ആസ്പെക്ട്സും നോക്കുന്നുണ്ടെങ്കിൽ. പക്ഷെ അതിൽ നമുക്ക് തലമുറനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം? ഈ ആക്ടിവിറ്റീസ് എല്ലാം ഉള്ളതുകൊണ്ടാണ് നമുക്ക് കുറച്ചും കൂടി ആരോഗ്യം ഉണ്ടാവും. ആരോഗ്യമുള്ള കളിക്കാറുണ്ടാവും, ആരോഗ്യമുള്ള മക്കൾ ഉണ്ടാവണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എല്ലാവരും ഫോണിൻ്റെ ബാക്കിലാണ്. ഇപ്പം എല്ലാവരും അയക്കുന്നത്, അല്ലെങ്കിൽ ഒന്ന് അയക്കുന്നത് ഫോണിൽ ബാക്കി, പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി മുമ്പെല്ലാം ഈവനിങ് കളിക്കലുണ്ടായിരുന്നു ഗ്രൗണ്ടിൽ. ഇപ്പൊ ഭയങ്കര ഷോർട്ടേജ് അതിന്റെ. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് പാരന്റ്സ് എന്താക്കി അക്കാഡമീസ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പൊ ക്രിക്കറ്റിലേക്ക് ആക്കുന്നുണ്ട്, കരാട്ടേലേക്ക് ആക്കുന്നുണ്ട്, ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുത്തുന്നുണ്ട്. ഈ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുത്തിട്ടാകുമ്പോൾ ഗെയിംസ് മീൻസ് ഫിസിക്കൽ ഗെയിംസിൽ ഏർപ്പെടുത്തിട്ടാകുമ്പോൾ നമുക്ക് ടാലൻസിനെ സ്കൗട്ട് ചെയ്യാൻ പറ്റും. ആ ടാലന്റിനെ സ്കൗട്ട് ചെയ്തിട്ടാകുമ്പോൾ ഈ റിസൾട്ട് വരുന്നത്. നമുക്ക് 100നും ഒരേപോലെ ആക്കാൻ കഴിയില്ല. പക്ഷെ 100ൽ 1 or 2 മാത്രമേ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ചോദിക്കാൻ കുറിച്ച് ചോദിക്കാൻ വിട്ടേ, ഫുട്ബോൾ തന്നെ സംസാരിച്ച് എപ്പോൾ ഡിസൈഡ് ആക്കി ഇതെന്റെ പാഷൻ, അല്ലെങ്കിൽ ഇതെന്നെ ചെയ്യും? ഫുട്ബോൾ ഓൾമോസ്റ്റ് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നത് more than 15 years ആയി. ഫ്രം 14 years ഞാൻ ഡിസ്ട്രിക്ട് മുതൽ സീനിയർ കാസർഗോഡ് ജില്ല ഡിസ്ട്രിക്ട് കളിച്ചു, യൂണിവേഴ്സിറ്റി കളിച്ചു, അലോഷ്യസ് കോളേജിൽ പഠിച്ചു, യൂണിവേഴ്സിറ്റി കളിച്ചു, കേരള പ്രീമിയർ ലീഗ് കളിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കൊല്ലം ചെന്നൈയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് നാട്ടിലേക്ക് വന്ന് ലൈസൻസ് ചെയ്തു, സെൻട്രൽ എക്സൈസിലുണ്ടായിരുന്നു. അവിടെ ഗസ്റ്റായിട്ട് കളിച്ചുകൊണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ കോച്ച് അവിടെ നിന്ന് നമ്മളൊരു കോച്ചുണ്ട് ബിജേഷ് ബേൻ എന്ന് പറഞ്ഞിട്ട്. കോച്ചാണ് എന്നോട് പറഞ്ഞത്, നിങ്ങൾക്ക് നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ ആസ് എ ഫുട്ബോളർ നിങ്ങൾക്ക് മുമ്പിലോട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ, നീ ഇതേപോലെ പാഷനിൽ മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ, നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ചിലപ്പം ഇതിലായിരിക്കും, കോച്ചിങ്ങിലായിരിക്കും. അങ്ങനെ ഡി ലൈസൻസ് എടുക്കാൻ പറഞ്ഞു. ഡി ലൈസൻസ് എടുത്തു, അതിൻ്റെ സി ലൈസൻസ് എടുത്തു. പിന്നെ അങ്ങനെയാണ് ഇപ്പോൾ മുമ്പോട്ട്. ഇനി നെക്സ്റ്റ് ബിയിലേക്കാണ്. അതിനിപ്പോൾ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടുണ്ട് ബി ലൈസൻസ്. അതിൻ്റെ അടുക്ക് ഷോർട്ട് NIS ഉണ്ട്, ആ കോഴ്സ് ചെയ്തു. എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകുന്നുണ്ട്. കോച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ ഫീൽഡിലുള്ളത്? അല്ല, കോച്ചല്ല, എനിക്ക് ഫുട്ബോളിനോട് മുമ്പേ പാഷൻ. ഞാനിപ്പം 14 ഞാൻ തുടങ്ങിയെന്ന് പറഞ്ഞില്ല. 14 ജയ്മാത സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഓടും, അതിനനുസരിച്ച് ഫുട്ബോൾ. അപ്പോൾ ജിമ്മി സാറ് ഫുട്ബോളിലേക്ക് ഇട്ടിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു റിഷാഫ് എന്ന് പറയുന്ന വിദ്യാനാഥൻ്റെ ഇച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, മൂപ്പര തന്നെ മൊഗ്രാലിലേക്ക് കൊണ്ടുവന്നു, മൊഗ്രാൽ ഗ്രൗണ്ട്. അപ്പോൾ ആടുന്നാണ് Under-14 എല്ലാം കളിക്കാൻ തുടങ്ങുന്നത്. മൊഗ്രാലാണ് എൻ്റെ ഫസ്റ്റ് എന്താ പറയുന്ന ഒരു ക്ലബ്ബ് എന്ന് പറയുന്നില്ലേ,
നമുക്ക് ഇവിടെ അറിയപ്പെടുന്ന മധുരല്ലേ. അപ്പൊ ആ സമയത്ത് എനിക്ക് തോന്നുന്നത് ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ പോക്ക് മൊഗ്രാൽ, അതേ ബാഗ് എടുത്തിട്ട് നേരെ മൊഗ്രാൽ കളിക്കാൻ പോകും ഈവനിങ്. വേറെ എവിടെയും ഗ്രൗണ്ട് ഇല്ല, ലെവൻ സൈഡ് ഗ്രൗണ്ട് ഇല്ല, കളിക്കുന്ന സ്ഥലമില്ല. അപ്പം എന്നോട് ഇച്ചാൻ്റെ ഫ്രണ്ട് പറഞ്ഞില്ലെങ്കിൽ ഈടെയാണ് ഫുട്ബോൾ ഉള്ളത്. അപ്പം മൊഗ്രാൽ എന്ന് പറഞ്ഞ് ഇപ്പം ഞാൻ പറയുമ്പോൾ മൊഗ്രാലേ ഉള്ളൂ ഫുട്ബോളിലെ. നമുക്ക് എനിക്കറിയുമ്പം എൻ്റെ ഒരു അറിവിൽ മുമ്പെല്ലാം കുറേ നല്ല നല്ല പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു മൊഗ്രാൽ. പിന്നെ കുറച്ചും കൂടി ഈസിയാണ് എന്തല്ലെങ്കിൽ അവിടെ പോയിട്ടാകുമ്പോൾ ഒരിക്കലും പുറത്ത് നിർത്തിക്കുന്ന ഒരു സ്വഭാവമില്ല. ഏടെ പോയെങ്കിൽ ആ ഗ്രൗണ്ടിൽ പോയെങ്കിൽ ഇതുവരെ എൻ്റെ പുറത്ത് നിർത്തിച്ചിട്ടുണ്ടാവില്ല ഈ മൊഗ്രാൽ ഗ്രൗണ്ടിൽ. പിന്നെ വൈകുന്നേരം കളിപ്പിക്കും. ചെറുത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് പോകുന്നുള്ളതാണ്, ബാഗ് എല്ലാം ഇട്ടിട്ട് പോകുന്നത്. എല്ലാ ദിവസവും കളിപ്പിക്കും. ഒരു ദിവസം പുറത്ത് നിർത്തിച്ചിട്ടുണ്ടാവില്ല ആ ഗ്രൗണ്ടിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആടുന്ന് എനിക്ക് തോന്നുന്ന ഒരു ഓൾമോസ്റ്റ് 6-7 ഇയേഴ്സ് ആ ക്ലബിൽ തന്നെ സൈൻ ചെയ്ത് കുറച്ച് കൊല്ലം. അത് കഴിഞ്ഞിട്ട് കോളേജിൽ പോയി, കോളേജിൽ നിന്ന് യൂണിവേഴ്സിറ്റി എല്ലാം കളിച്ച് ആ സമയത്ത് മൊഗ്രാൽ തന്നെ ഉണ്ട്. അപ്പൊ ഫോർവേഡ് കളിച്ചോണ്ടായിരുന്നു. പിന്നെ വിങ്ങിലേക്ക് എത്തി, പിന്നെ മിഡ്ഫീൽഡിലേക്ക് എത്തി. എന്റെ ഫേവറേറ്റ് സ്ട്രൈക്കർ റൊണാൾഡോ ഉള്ളത് കൊണ്ടാണ് റൊണാൾഡോ ഈസ് കംപ്ലീറ്റ് മാൻ എന്ന് ഞാൻ പറയും. അതല്ലെങ്കിൽ അത്രയ്ക്ക് ഹാർഡ് വർക്ക് എല്ലാ ആസ്പെക്ട്സും നോക്കുന്നുണ്ടെങ്കിൽ റൊണാൾഡോ നമ്പർ 1. റൊണാൾഡോ അത് കുറെ ആൾക്ക് ഇൻസ്പിറേഷൻ ആണ്. ഇപ്പോഴത്തെ യൂത്തിനടക്കം ഇൻസ്പിറേഷൻ ആണ് റൊണാൾഡോ. എന്തല്ലെങ്കിൽ ലാസ്റ്റ് 2 ഇയേഴ്സ് റൊണാൾഡോന്റെ പാസ്റ്റ് 2 ഇയേഴ്സ് നോക്കുന്നുണ്ടെങ്കിൽ റൊണാൾഡോക്ക് റിസൾട്ട് ഉണ്ടായിട്ടാണ് അഗെയിൻ സൗദി ലീഗിൽ പോയി. ഇപ്പം ലാസ്റ്റ് 2 വീക്സിൽ എനിക്ക് തോന്നുന്ന 2 ഹാട്രിക്സ്. ഏറ്റവും വലിയ പ്രചോദനമാണ് പിള്ളേർക്ക് ഈ അറ്റ് ദ ഏജ് ഓഫ് 39 ഇങ്ങനെ ചെയ്യുന്ന ഏറ്റവും വലിയ ഇമ്പാക്ട് ഒരു ഗെയിമിൽ ഉണ്ടാക്കുന്നതിൽ ഭയങ്കര സംഭവമാണ്. ഇന്ന് പിന്നെ ഞാൻ ഇവിടെ കാണുന്നത് വെച്ചാൽ ഇപ്പോൾ സ്പോൺസർഷിപ്പ് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇതാക്കുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ കുറേ ആൾക്ക് ഗോൾ അടിക്കുന്നവനെ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് ചിലപ്പോൾ സ്പോൺസർഷിപ്പിനെ കിട്ടുക കളി കാണുമ്പോൾ ഫസ്റ്റ് ആ ഒരു ഗോൾ അടിച്ച് അതാണ് ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഭയങ്കര വിഷമമായ ഒരു കാര്യമാണ്. അതൊരു ടീം വർക്കാണ്. ടീം വർക്കാണ്. ഇപ്പൊ പറഞ്ഞില്ലേ നാളെ പറയുമ്പോൾ സ്പോൺസർ ആക്കാം, യോഗ പൊട്ടൻഷ്യൽ കാണുന്നുണ്ട്, അതുണ്ട് ഇതെന്ന് പറഞ്ഞു. പക്ഷെ ആടെ കാണുന്നുണ്ട് ഡിഫൻഡേഴ്സ്, ഗോൾ കീപ്പേഴ്സ്, ഇവർക്ക് ആ ഒരു ഫുൾ പിക്ചർ നോക്കുന്നില്ല. കണ്ടെടുത്തൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് കളി വന്ന് സ്കോർ ആയിരുന്നാലും ആ 11 സൈഡ് ആകുമ്പോൾ ബാക്കി 9 പ്ലേയേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇന്നത്തെ ആൾക്കാരെല്ലാം കാണില്ല ഗോൾ ഇട്ട ആള് വേൾഡ് അങ്ങനെയാണ്, ബാലൻറ്റിയറിൽ കൊടുക്കുന്നല്ല ഇങ്ങനെയാണ് കറക്റ്റ് എല്ലാവരും. പക്ഷെ നമുക്ക് ഫുള്ളി നോക്കുമ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പിക്ചർ നോക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ട് ഇതുവരെ വേൾഡിൽ നോക്കുന്നുണ്ടെങ്കിൽ എല്ലാ പ്ലേയേഴ്സും പെയ്ഡാണ്. പിന്നെ ഒരു വേറെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആ പെയ്ഡിൽ ഓൻ്റെ ഏറ്റവും വലിയ പീക്ക് സമയമാണ് എല്ലാ ആൾക്കാരും നോക്കുന്നത്. ഇപ്പോൾ റൊണാൾഡോ പീക്ക് സമയത്ത് ബാലൻഡോർ അടിച്ച്, മെസ്സി പീക്ക് സമയത്ത് ബാലൻഡോർ. ഇപ്പം നെക്സ്റ്റ് അടുത്ത 5 കൊല്ലം മെസ്സി റൊണാൾഡോ അടിക്കണമെന്നില്ല. അപ്പം കാലം മാറുന്ന ആൾക്ക് പ്ലേയേഴ്സ് പുതിയ വന്നുകൊണ്ടുണ്ട്. പിന്നെ ഇപ്പോൾ വിം ബാക്കിൽ നിന്നുണ്ടെങ്കിൽ ഏറ്റവും എക്സ്പെൻസീവ് വിം ബാക്സ് ആയിരിക്കും ചിലപ്പോൾ ഒരു ടീമിലുണ്ടാകും, ഏറ്റവും എക്സ്പെൻസീവ് സ്റ്റോപ്പർ ബാക്സ് ആയിരിക്കും. യൂറോപ്പിലാണ് ഞാൻ ഇവിടുത്തെ ഞാൻ ഇന്ന് സർക്കിളിൽ പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ വീടെന്ന് പറയുമ്പോൾ ഒരു വിങ് ബാക്കിന്റെ പൊസിഷനിൽ എടുക്കാം. വിങ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന പറയുമ്പോൾ കുറെ കുട്ടികളായിട്ട് എല്ലാം ഗോൾ അടിക്കണം. അതുണ്ട് പൊതുവെ റൊണാൾഡോ, മെസ്സി സ്കോർ ചെയ്യുന്നവർ ഈ സ്പോൺസർ ആക്കുന്നതിൽ കുറച്ച് ഏജ് ആൾക്കാർ ഓവർ മൈൻഡിലൊന്നാണ് പോകുന്നത്. പൊട്ടൻഷ്യൽ ഗോൾ അടിക്കുന്നുണ്ട് സ്റ്റാറ്റ്സ് പറയുന്നെങ്കിൽ മറ്റത് പറയില്ലല്ലോ. ഇന്റർസെപ്റ്റ് ആക്കി ബോൾ ക്ലിയറൻസ് ഇതൊന്നും പറയില്ലല്ലോ. അപ്പൊ ഡിഫൻഡേഴ്സ് ആയിട്ട് അങ്ങനെ അവരും ഞാൻ പറഞ്ഞ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളൊക്കെ അവരെല്ലാം ആഫ്രിക്കൻ ഡിഫൻഡർ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഇത് കാണുന്നത്. അപ്പൊ ഞാൻ അപ്പൊ അവർക്ക് ഞാൻ പറഞ്ഞ ഫുട്ബോൾ എപ്പോൾ ടീം വർക്ക് അതൊരു ഗോൾ അടിച്ചവര് ലാസ്റ്റത്തെ ജോബ് അത് സ്കോർ ചെയ്യാൻ. പക്ഷെ എല്ലാവരും നോക്കുമ്പോൾ ഒരാരും ജഡ്ജ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ഒരു പിക്ചർ നോക്കി ജഡ്ജ് ചെയ്യണം എന്നാണ് ഒരു റിക്വസ്റ്റ് പരമായിട്ട് പറയാനുള്ളത്. ഇല്ല, എൻ്റെ ഒരു 17 നമുക്ക് അതിൻ്റെ പ്രോ ലെവലിലേക്ക് പോകുമ്പോൾ ടീം വർക്ക് തന്നെ ഫുട്ബോൾ. പക്ഷേ 15, 12, 13 പ്ലെയർ ഡെവലപ്മെൻ്റാണ് മെയിൻ. ചെറിയ പിള്ളേർ കളിക്കുന്നത് ചിലപ്പോൾ ഡ്രിബ്ലിംഗ് ആയിരിക്കും ഏറ്റവും ടോപ്പ്, ചിലപ്പോൾ പാസിങ്ങിലൊന്നും ഉണ്ടാവില്ല. ഓൻ്റെ ഷൂട്ടിംഗ് ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഓൻ ഭയങ്കര ഉഷാറായിരിക്കും. അപ്പോൾ ഓൻ്റെ അത് ഡെവലപ്പ് ചെയ്യാം.
അതിന് മാക്സിമം ഡെവലപ്പ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് മെല്ലെ മെല്ലെ മറ്റേലേക്ക് കൊണ്ടുവരാം. പക്ഷെ മുകളിലേക്ക് എത്തുമ്പോൾ ഇവിടെ അവന് പെയ്ഡല്ല. 10 വയസ്സിനും 9 വയസ്സിനും ഒരു പ്ലെയർ പെയ്ഡല്ല. 17 കഴിഞ്ഞിട്ടാകുമ്പോൾ ആൾക്കാർ വിളിക്കാൻ തുടങ്ങുന്നത് പൈസക്ക്. ആ പ്ലെയറിന് പേയ്മെന്റ് കിട്ടുന്നുണ്ട്, അതന്നെ ഏറ്റവും പ്ലസ് പോയിന്റ് ആണ്. അവർക്ക് സാലറി ഓൾറെഡി അവൻ സാലറിഡ്, അതിന്റെ അൾട്ടിമേറ്റ് റിസൾട്ടാണ് വാലന്റിയർ. പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞത് സ്പോർട്സിന്റെ കുറിച്ച് ഫുട്ബോളിനെ കുറിച്ച് നമ്മൾ ഏകദേശം ഡിസ്കസ് ചെയ്തു. പക്ഷെ നമുക്ക് ഇവിടെ ഇനിയും കുറച്ചും കൂടി ടൂർണമെന്റ്സ് വരണമെങ്കിൽ ഇനിയും കൂടി ചർച്ച ചെയ്യാൻ തോന്നും. അപ്പോൾ ഇനിയും വരും തോന്നുന്നുണ്ട് നല്ല നല്ല ടൂർണമെന്റ്സ്. എവിടെ? കാസർഗോഡല്ല പുറത്താ? കാസർഗോഡ് അതിനുള്ള നല്ല ഗ്രൗണ്ട് ഉണ്ടാ? കാസർഗോഡ് ഗ്രൗണ്ട് ഉണ്ട്, ഒന്ന് സിന്തറ്റിക് ഗ്രൗണ്ട് ഉണ്ട് നടക്കാവില്. അഗൈൻ അതില് ലിമിറ്റേഷൻസ് ഉണ്ട്. അവിടെ ഇപ്പം കുറെ ടൂർണമെന്റ്സ് നടന്നു. അഗൈൻ അവിടെ പ്രശ്നം എനിക്ക് കണ്ട പ്രശ്നം ഇല്ലെങ്കിൽ അവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ല, അങ്ങനെ കുറെ പ്ലേയേഴ്സിനുള്ള റെസ്റ്റ് റൂം ഇല്ല. സെലക്ഷൻ ട്രയൽസിന് പോകുമ്പോൾ കുറെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന കുറെ ചെറിയ മക്കൾ, നമ്മളിപ്പോൾ നോക്കുന്ന ചെറിയ മക്കളതാണ് ഓർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. ഞമ്മെന്ത് ഫേസ് ചെയ്യുന്നില്ല, ഓരെന്ത് ഈ ഫീൽഡിൽ നിന്നിട്ട് പ്ലേയേഴ്സ് എന്ത് ഫേസ് ചെയ്യുന്നില്ലാണ് ഏറ്റവും വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം സെലക്ഷൻ ട്രയൽസിന് പോയെങ്കിലും ഗ്രൗണ്ട് കിട്ടിയെങ്കിലും ഓർ ഫേസ് ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ മഡ് ഗ്രൗണ്ടിൽ കളിപ്പിച്ച് ഓർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്ത്, ഞാൻ ഓൻ്റെ ഫുട്ബോൾ മഡ് ഗ്രൗണ്ടിൽ ഒതുങ്ങാൻ പാടില്ല, ഓന് ഗ്രാസ് കോർട്ടിൽ പോകണം, നേരെ മൈതാനിൽ അല്ലെങ്കിൽ ISL കളിക്കണം, ഇന്ത്യ കളിക്കണം. ഇന്ത്യ കളിക്കുമ്പോൾ എന്തായാലും ഗ്രൗണ്ട് ചെയ്ത് ഗ്രാസ് തന്നെ വേണം. ആ ഒരു പ്രശ്നം ഇപ്പൊ നിലവിലുണ്ട്. ഇവിടെ ടൂർണമെന്റ് വരുമ്പോ പുറമത്തെ ടീംസ് എല്ലാം വരാറുണ്ട് തോന്നുന്നു എനിക്ക്. മലപ്പുറത്തെ ടീംസ് ലാസ്റ്റ് ടൂർണമെന്റ് മലപ്പുറത്ത് പ്ലേയേഴ്സ് തോന്നുന്നു 7 സൈഡില് പ്ലേയേഴ്സ് വരും, പക്ഷെ 11 സൈഡില് ഗ്രൗണ്ട് ഒന്നും ഇല്ല. ഏറ്റവും വലിയ പ്രശ്നമാണ് ഗ്രൗണ്ട്. പുറമെ ടൂർണമെന്റ്സിന്റെ ടീമല്ലോ ഇപ്പൊ നമ്മുടെ ടീംസ് കാസർഗോഡ് ഏതൊരു ക്ലബിന്റെ ടീം അതിന് കേന്ദ്രീകരിച്ചിട്ട് മറ്റേ പുറമത്തെ ടൂർണമെന്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവും. കോളേജ് ടീം അല്ലാണ്ട് വേറെ ടീം, അക്കാഡമി ടീം പോകുന്നുണ്ട്. Under 17, 15 ബാച്ച്. അഗൈൻ അതവർക്ക് കോമ്പറ്റീഷൻ ലെവൽ കൂട്ടാനും വേണ്ടി പ്ലെയറിന്റെ എക്സ്പീരിയൻസും പ്ലസ് അവർക്ക് കോമ്പറ്റീഷൻ. ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്ലെയറിന് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവണമെന്നില്ലെങ്കിൽ കോമ്പറ്റീഷനാണ്. ഒരു സീസണിൽ എനിക്ക് തോന്നുന്നൊരു 40 മാച്ചസ് 45 കേരള ഫുട്ബോൾ അസോസിയേഷന് നല്ലൊരു ഇനീഷ്യേറ്റീവ് കൊണ്ടുവന്നിട്ട് 45 മാച്ചസ് പെർ സീസൺ എന്നല്ല ഒരു പ്ലെയറിന്. ഇപ്പൊ പുതിയൊരു സംഭവം കൊടുക്കുന്നില്ലെങ്കിൽ ഒരു സീസണിൽ ഒരു പ്ലെയറിന് 45 മാച്ചസ് 30 to 45 മാച്ചസ് നിർബന്ധമായിട്ട് കളിക്കണം. ഇല്ലെങ്കിൽ അവർക്ക് കോമ്പറ്റൻസി ഉണ്ടാവില്ല, അവർക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ കഴിയില്ല. കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോൾ എന്തായി, പ്ലെയറിന് ഡെവലപ്മെന്റ് ഉണ്ടായി. ഡെവലപ്മെന്റിന് കുറച്ചും കൂടി നല്ല ടീം കിട്ടുമ്പോൾ ഇന്ത്യൻ ടീം ഓട്ടോമാറ്റിക്കായിട്ട് ഉഷാറാവും. ഗേൾസും ഉണ്ട്, ചെറിയ പിള്ളേർ. ഇപ്പൊ 5.5 വയസ്സുള്ള 6 വയസ്സുള്ള ചെറിയ ഗേൾസും നല്ല സൈൻ തന്നെ. മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഗേൾസ് ഉണ്ടായില്ല, ഇപ്പൊ ഓൾമോസ്റ്റ് 4-5 പിള്ളേരുണ്ട് നമുക്ക് ഗേൾസ്. ഒന്ന് 6 വയസ്സുള്ള 2 പിള്ളേരുണ്ട്, പിന്നെ ഒരു 8-9 വയസ്സുള്ള പിള്ളേരുണ്ട്. നമ്പേഴ്സ് കൂടുന്നു പ്രതീക്ഷിക്കുന്നു. നമ്മൾ അതിനനുസരിച്ചുള്ള സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്, ഇതുവരെ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇനിയും സപ്പോർട്ട് ആവശ്യമുണ്ട്. ഒന്ന് സപ്പോർട്ട് വേണമെന്നല്ലേ മെയിൻ ഗ്രൗണ്ട് മുനിസിപ്പാലിറ്റി. ഇതുവരെ നമുക്ക് സപ്പോർട്ട് ചെയ്ത മുനിസിപ്പാലിറ്റിയാണ്. ഇനിയും സപ്പോർട്ട് ആവശ്യമുണ്ട്. മുനിസിപ്പാലിറ്റിനോട് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് ഗ്രൗണ്ട് കുറച്ചും കൂടി ഒന്ന് മെച്ചപ്പെടുത്തണം. അപ്പം അതിനുള്ള നീക്കത്തിൽ മുനിസിപ്പാലിറ്റി ഉണ്ട്. ഇപ്പം നിലവിൽ എല്ലാവരും ഡെവലപ്മെന്റ് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ എല്ലാത്തിനും ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്കൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ ഒരു ഏജിൽ ഒരു കറക്റ്റ് ഞാൻ പോയിക്കുന്നെങ്കിൽ ഒരു ഇതറിയുന്ന നോക്കുന്നുണ്ട്. ഇപ്പോൾ ക്യാമ്പിലൊന്നും പോവാത്ത ഏറ്റവും ബെസ്റ്റ് ഏജ് എപ്പോൾ, അല്ലെങ്കിൽ ഇത് എപ്പോൾ നമ്മൾ സീരിയസ് ആയിട്ട് കൺസിഡർ ആക്കണം ഒരു അക്കാഡമിക്സിലേക്ക് വരേണ്ടത് എപ്പോൾ, ഇതിൻ്റെ ഒരു കറക്റ്റ് ക്രൈറ്റീരിയ എങ്ങനെയാണെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ലാസ്റ്റ് എന്തെങ്കിലും ഓരോന്നോരോന്ന് റിസർച്ച് ചെയ്യുമല്ലോ. നോർമലി പുറത്ത് കൺട്രീസിൽ എപ്പം നടക്കാൻ തുടങ്ങി പായാൻ തുടങ്ങി അപ്പോൾ ചെറിയ സൈസ് ബോൾ കൊടുക്കും മക്കൾക്ക്, എന്നിട്ട് വീഡിയോസ് എല്ലാം കാണിക്കും. വീഡിയോസ് കാണിച്ച് പിള്ളേരോട് നമ്മൾ ഫസ്റ്റ് എന്താ പറയുക അടിക്കാൻ പറയുന്നല്ലേ, ആ പിള്ളേരോട് പറയുന്നത് അടിക്കണ്ട, ബോൾ എടുത്തിട്ട് ഇങ്ങനെ മൂവ് ചെയ്തു വന്നു. ഒരു 3-4 ഇയേഴ്സ് ആകുമ്പോൾ ബോളായിട്ട് അറ്റാച്ച് ആയി. 5 ഇയേഴ്സ് ആകുമ്പോൾ ഓൾമോസ്റ്റ് സെറ്റായി ഗ്രൗണ്ടിലേക്ക് വരാനുള്ള. 5 to 12 ആണ് ഏറ്റവും പീക്ക്. ആ 5 to 12 ഓന് ഫുട്ബോളിൻ്റെ എല്ലാ ആസ്പെക്ട്സും ടെക്നിക്കൽ ടാക്ടിക്കൽ എല്ലാ ആസ്പെക്ട്സും ഓന് പഠിച്ചിരിക്കണം. ഫുട്ബോൾ നോളജ് ഓന് ഗെയിൻ ചെയ്യണം, അക്വയർ ചെയ്യണം. അപ് ടു 12 ഓനക്ക് ഡ്രിബ്ലിംഗ് എന്ത് 1v1 സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം, 2v2 സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം, പിന്നെ എന്താ പറയുന്നത് വാമപ്പിൻ്റെ ഇമ്പോർട്ടൻസ് എന്ത്, കൂൾ ഡൗണിൻ്റെ ഇമ്പോർട്ടൻസ് എന്ത്,
ഇതെല്ലാം അറിയാത്തപ്പോൾ എപ്പം ബുദ്ധിമുട്ടാണ്. ലേറ്റ് കമേഴ്സ് ഉണ്ട്, ഏർലി സ്റ്റാർട്ട് ചെയ്യുന്ന ഫുട്ബോളേഴ്സ് ഉണ്ട്. ഈ ഏർലി സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഫുൾ നോളജ് ഉണ്ടാവും. 12 വയസ്സാകുമ്പോൾ 13 വയസ്സാകുമ്പോൾ ഇപ്പം 5. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 14. 5ഉം 14 ഞാൻ പറഞ്ഞില്ല 10 ഇയർ ഡിഫറൻസ്. ഈ 10 ഇയേഴ്സ് ഏർലി ഞാൻ കുറച്ചും കൂടി മുമ്പോട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ചിലപ്പം ഡിഫറൻസ് ഉണ്ടാകും. അത് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് കിട്ടിയില്ല. പക്ഷെ അത് കിട്ടാതെ കൊണ്ട് നമ്മൾ എന്താക്കുന്നത്, നമ്മൾ ഇപ്പോൾ ഉള്ള യൂത്തിന്, ഇപ്പോൾ ഉള്ള തലമുറയ്ക്ക് നമ്മൾ അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മൾ മാക്സിമം ചെയ്തു കൊടുക്കുന്നുണ്ട്. കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നതും ഫുട്ബോളിനെ സപ്പോർട്ട് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും ഫുട്ബോള് തുടങ്ങിയതിന് മുതല് ഉമ്മാൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട്. ഉപ്പ ഉണ്ടായിരുന്നു. ഉപ്പ മരിച്ചു 2014 ഉപ്പ മരിച്ചു. അപ്പം അതിന് ശേഷമാണ്, അതിന് മുമ്പും ഇപ്പോൾ ഉമ്മ സപ്പോർട്ടാണ്. എന്ത് കാര്യത്തിനും സപ്പോർട്ടാണ്. ഇപ്പം എന്തും വല്ലൊരു സാധനം ജേഴ്സി വന്നെങ്കിലും ഉമ്മ എടുത്തിട്ട് അലക്കിയിട്ട് എന്തായാലും വെക്കും. ഇപ്പം അമ്മ അലക്കിയിട്ട് വെക്കുന്നെന്ന് പറഞ്ഞെങ്കിലും ഉമ്മ അത് അലക്കിയിട്ട്. എനിക്കൊന്ന് എന്ത് ഇപ്പം കുറേ കൊല്ലമായിട്ട് നമുക്ക് കുറേ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അതിലെല്ലാം ഉമ്മ സ്റ്റിക്കായിട്ട് സപ്പോർട്ട് ചെയ്തോണം ഇപ്പം ഇതുവരെ ഉള്ളത്. ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്, മുമ്പോട്ട് ഉമ്മ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് നല്ലൊരു ബോധമാണ്. അത് എന്ന് പറയുന്നത് പാരൻസിന്റെ സപ്പോർട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം എനിക്ക് ആസ് എ കോച്ച്, മുമ്പ് ഞാൻ പ്ലെയർ ആയിരുന്നു. ഇപ്പം ആസ് എ കോച്ച് എനിക്ക് പാരൻസിന്റെ സപ്പോർട്ട് തന്നെ വേണ്ടത്. പക്ഷെ പിള്ളേർക്ക് പാരൻസിന്റെ സപ്പോർട്ട് ഫുട്ബോളിൽ കിട്ടണമെങ്കിൽ ഒന്നാമത് പാരൻസിന് ഫുട്ബോളിനോടുള്ള ഇഷ്ടം വേണം. ഫുട്ബോളിനോടൊരു ക്രേസ്, സ്പോർട്സ് ആയിട്ടുള്ള പാരൻസ് ഉണ്ടാണ്. അതുള്ളത് കൊണ്ട് എൻ്റെ ഉമ്മക്ക് സ്പോർട്സ് ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ സ്പോർട്ടും പിന്നെ കളിയും കാര്യമെല്ലാം മുമ്പ് നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പം പിന്നെ നോക്കില്ല, മുമ്പ് നോക്കിക്കൊണ്ട്. അപ്പോൾ എന്തും നോക്കിയെങ്കിലും പൊരയാന്ന് ഫസ്റ്റ് തിങ്. നമ്മളെ ഏത് പ്ലെയറിനെ നോക്കുന്ന പൊരയാണ്. അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ അല്ല, സപ്പോർട്ട് മതി. പാരൻസ് അറ്റ്ലീസ്റ്റ് പഠിക്കുന്നുണ്ടല്ലോ, കളിക്കുന്നുണ്ടല്ലോ, ആ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാ പാരൻസിനോട് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് ഇപ്പം ഇന്നലെ ഇപ്പം ലാസ്റ്റ് ഡേ എനിക്ക് വന്നത് ഒരു സ്റ്റുഡൻ്റ് എന്ന് എനിക്ക് ടയർഡ്നെസ് ഇല്ല ആ പ്ലെയറിന്. അപ്പോൾ ആ പ്ലെയറിനെ ഫിസിക്കൽ ആക്ടിവിറ്റിയിലേക്ക് ഏർപ്പെടുത്തണം. ഞാൻ പറഞ്ഞത് ആ പാരൻറ്റിനോട് പറഞ്ഞത് ക്രിക്കറ്റ് ആട്ടെ, ഫുട്ബോൾ ആട്ടെ, സ്വിമ്മിങ് ആട്ടെ, എല്ലാ ആക്ടിവിറ്റിയിലേക്കും അവനെ കൊണ്ടുവരണം. ആക്റ്റീവ് ആക്കുക, ഫുൾ ആക്ടിവിറ്റിയിൽ അവൻ്റെ നോർമൽ ലെവലിലേക്ക് എത്താനും വേണ്ടിയിട്ട്. അപ്പോൾ ചില പാരൻസ് എന്താക്കുന്നത്, നീ മണ്ണിൽ പോയി കളിക്കണ്ട, ആ ഒരു പ്രശ്നം ഇപ്പം നിലവിൽ ഫേസ് ചെയ്യുന്നുണ്ട്. നല്ലോണം കളിക്കാൻ പുള്ളു. ഒരു 5 to 12 അല്ലെങ്കിൽ 4 to 12 ഒരു കളിച്ചേ തീരും. അന്നെങ്കിൽ ഒരു അവർക്ക് എന്താ പറയുന്ന ആരോഗ്യമുള്ള സാധനം. ഈ നമ്മൾ കളിച്ചെങ്കിൽ എന്താ, നമുക്ക് വിശപ്പുണ്ടാവും. കളിച്ചില്ലേ നമുക്ക് വിശപ്പുണ്ടാവില്ല. നമ്മൾ കാലി ഫോണിൽ നിൽക്കും, ചിപ്സ് കഴിക്കും, തീർന്നു, വിശപ്പുണ്ടാവില്ല. അതാണ് കുറേ പിള്ളേർ ഇപ്പം ലീനായിട്ടും കുറേ അലർജീസ് അങ്ങനെ കുറേ പ്രശ്നം വരുന്നത്. വൈകുന്നേരം കളിക്കുന്നത് ഓട്ടോമാറ്റിക്കായി എനിക്ക് ഫുഡ് വേണം. രാത്രി ഉറങ്ങുമ്പോൾ വിശപ്പുണ്ടാവല്ലോ, ഓട്ടോമാറ്റിക്കായി എനർജി. അപ്പോൾ അങ്ങനെ കുറേ സംഭവം ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാവും. ഫുട്ബോളും ക്രിക്കറ്റും കളിക്കും. പക്ഷെ ഇപ്പൊ നോക്കുമ്പോ ഇല്ല, ഗ്രൗണ്ടും ഇല്ല. പക്ഷെ കുറച്ച് ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അതും കാര്യം ഇത് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സർക്കംസ്റ്റാൻസ് ഒന്നും ഞാൻ പറഞ്ഞില്ല, ഇങ്ങനത്തെ ഒരു സിറ്റീസിൽ വെച്ചിട്ട് ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ ഈ ഷോ തുടങ്ങിയത്. ഇതെല്ലാം സംസാരിക്കുകയാണെങ്കിൽ ചെയ്യുന്ന ആൾക്കാർ നമുക്ക് ഇനിയും കൂടി എക്സ്പോഷർ കൊടുക്കാൻ. കാരണം എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയും, നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ നമുക്ക് അറിയാം. അതുകൊണ്ടാണ് പറയുന്നത് ബാബ എല്ലാവർക്കും. കാരണം നമുക്ക് ഫുട്ബോൾ ഞാൻ ചെറുത ടൂർണമെന്റ് നമുക്ക് കാണുന്നുണ്ട് ഓരോ ടാലന്റ്. ഇതിലിപ്പോ വേസ്റ്റ് ചെയ്ത് എവിടെല്ലാം ഉണ്ടാവും. അപ്പൊ അതെല്ലാം കാണുമ്പോൾ ഇന്നത്തെ ഒരാൾ ഇങ്ങനത്തെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്, ഇത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇത്ര പാഷനായിട്ട് പോകണം. അത്ര സംസാരിക്കുന്നില്ലെങ്കിൽ എത്ര പാഷനായിട്ട് ഫോളോ ചെയ്യുന്നതിന്. അപ്പോൾ ടൂർണമെന്റ് അവിടെ കാണലുണ്ട്. ഇത്ര ഫുട്ബോളിന് അത്ര ഹാർഡ്കോർ ഫുട്ബോൾ ലവറാണ്. നിങ്ങൾ അത്ര ഗ്രൗണ്ട് ലെവൽ ഇറങ്ങുന്നില്ലെങ്കിലും മനസ്സിലും ഇതുണ്ട്. പക്ഷെ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഒരു ഫുട്ബോളിൽ ഇഷ്ടം പിടിച്ചത് പോവാത്തൊരു സംഭവമാണ് ഫുട്ബോൾ. ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് പറഞ്ഞു, നിങ്ങൾ ഈ ചാലഞ്ച് ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് പഴയ പാരൻസിനോടും കുറച്ച് ആൾക്കാരോട് നിങ്ങൾക്ക് പറയേണ്ടത്, നിങ്ങളുടെ സൈഡിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത് ഉണ്ടാവും. അപ്പം അതൊന്ന് പറഞ്ഞു. ഓക്കെ, പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മളെ പിള്ളേരെ കഴിയുന്നതും ചെറിയ പിള്ളേരെ നടക്കാൻ തുടങ്ങിയത് മുതൽ ഒരു 12-13 വയസ്സ് വരെ അവരെ കളിക്കാൻ വിടും.
കളിക്കാൻ പറ്റുമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് നിങ്ങൾ ഒരു 13-14 ഇയേഴ്സ് ആകുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നമ്മൾ കളിച്ചില്ലെങ്കിൽ നമുക്ക് നല്ല ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ട്. കുറേ പാരൻസ് കുറേ ഹെൽത്ത് ഇഷ്യൂസ്, കുറേ എന്താ പറയുന്ന കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള പ്രോബ്ലംസ് എല്ലാം കാണുന്നുണ്ട് നിലവിൽ. അപ്പോൾ അതെല്ലാം ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും കളിക്കാൻ വിടാം പിള്ളേരെ. ഓക്കെ, അപ്പോൾ നമ്മളെ നാട്ടിലുള്ള പ്ലേയേഴ്സിനോട് പൊതുവെ എനിക്ക് പറയാനുള്ളത്, ഒന്ന് നമ്മളെ കൾച്ചറാണ് ഏറ്റവും. ഫുട്ബോള് പറയുന്നത് ഏറ്റവും നമ്മളെ കൾച്ചർ തന്നെ. എല്ലാ ഏരിയയിലും എവിടെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കൾച്ചർ, നമ്മളെ ഫുഡ്, നമ്മളെ സ്ലീപ്പ്, നമ്മളെ ട്രെയിനിങ്, ഇത് ഏറ്റവും വലിയ പ്രശ്നമായിട്ടാണ് ഇപ്പോൾ മാറുന്നില്ല. നമ്മൾ ടൈം നോക്കാണ്ട് ഫുഡ് കഴിക്കും, ടൈം നോക്കാണ്ട് കളിക്കാൻ പോകും, ടൈം നോക്കാണ്ട് എണിക്കും. ഇതാണിപ്പോൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ്. അപ്പം കൺസിസ്റ്റൻ്റായിട്ട് ഫുട്ബോൾ കളിക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രോപ്പർ റെസ്റ്റ് എടുക്കുക, പിന്നെ ഫുഡ് കഴിക്കുക, നല്ല രീതിയിൽ മുമ്പോട്ട് പോവാം. ഞാൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം അല്ലെങ്കിൽ ഒന്ന് സ്പോൺസർഷിപ്പാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫീസ് വാങ്ങിച്ചിട്ടും പിന്നെ സ്കോളർഷിപ്പ് ആക്കിയിട്ടും നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ടാവും ഒരു പ്ലെയറിനെ ഡെവലപ്പ് ചെയ്യാനുള്ള. അപ്പം കുറച്ചും കൂടി അവർക്ക് മോർ കോമ്പറ്റീഷൻ മാച്ചസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് കാസർഗോഡ് നിന്ന് ചിലപ്പോൾ കോഴിക്കോട് പോകാനുണ്ടാവും, ചിലപ്പം ട്രിവാൻഡ്രം പോകാനുണ്ടാവും, ചിലപ്പം കേരളം വിട്ട് പോകാനുണ്ടാവും. അപ്പോൾ അതിനുള്ള ഫണ്ട് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമ്മളെ നാട്ടിലുള്ള ഫുട്ബോൾ കുറേ ലവേഴ്സ് ഉണ്ട്, ഫുട്ബോളായിട്ട് പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർ. എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, കുറേ ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് നല്ല രീതിയിലുള്ള സ്പോൺസർഷിപ്പ് എന്തായാലും പ്രതീക്ഷിക്കുന്നു, ഇൻഷാ അല്ലാ. പറഞ്ഞ പോലെ ഇത് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർക്ക് പറ്റുന്നെങ്കിൽ പറഞ്ഞ ഒരു ക്ലബ്ബ് 3 പ്ലെയറിനെ വെച്ചിട്ട് സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ആഗ്രഹം പോലെ 10 വർഷത്തിൽ നമ്മളിടുന്ന ഒരു പ്ലെയർ വരും. നമുക്ക് അതിന് ഓപ്പാക്കാം, അതിനുള്ള ഫെസിലിറ്റി പ്രൊവൈഡ്, അതിനുള്ള എല്ലാത്തരം സർവീസും എല്ലാത്തരം സപ്പോർട്ട് കൊടുക്കാൻ ഇവർ റെഡിയാണ്, എല്ലാവരും റെഡിയാണ്. നിങ്ങളെല്ലാവരും ഇതാക്കി നമുക്ക് നല്ലൊരു ഫുട്ബോൾ മാത്രമല്ല എല്ലാ സ്പോർട്സിലും നമുക്ക് നല്ലൊരു യൂത്ത് ഉണ്ടാവും, നല്ലൊരു അപ്കമിങ് ഫ്യൂച്ചർ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ ഷോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ കമ്മിങ്. താങ്ക് യു.